أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة ذلك الدين القيمة. صدق الله العلي العظيم. وقال سيدنا وحبيبنا محمد صلى الله عليه وسلم إنما الأعمال بالنيات. الحمد لله حمدا دائما أبدا. الحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني الحمد لله. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ ഇൽമിൻ്റെ മജ്ലിസിൽ വിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ വസന്തോത്സവങ്ങൾക്കിടയിൽ ഒരുമിച്ച് കൂടി ഇത്തിക്കാഫിൻ്റെ നിയത്തോടുകൂടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ എൻ്റെ സ്നേഹജനങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം മാഹിരി ഉസ്താദ് അവറുകളെ, അല്പം അകലെയാണെങ്കിലും നമ്മുടെ ഇൽമിൻ്റെ മജ്ലിസിൽ സംബന്ധിച്ച് നല്ല നിയത്തോടുകൂടെ ഈ സദസ്സിലേക്ക് കടന്നു വന്ന എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പവിത്രമായ മുബാറക്കായ ഈ മജ്ലിസിൽ നാം ഈ സംഗമിച്ചതുപോലെ നാളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ നമ്മളെ എവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, മാതാപിതാക്കൾ, നമ്മുടെ സ്വന്തക്കാരായ ആരെല്ലാം ആരുടെ മണ്ണിൽ കിടക്കുന്നുണ്ടോ അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമളാൻ ഷരീഫ് കൊണ്ട് വിജയിച്ച, രണ്ട് ലോകത്തും വിജയം വരിച്ച യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, അള്ളാഹുവിൻ്റെ അടിമകളിൽ നമ്മളെയൊക്കെ അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വിശാലമായൊരു സമയമില്ലെങ്കിലും ഉള്ള സമയം വെച്ചുകൊണ്ട് നമുക്ക് ഇൽമുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് റമളാനിലെ ഈ നല്ല സമയങ്ങൾ നമ്മുടെ നല്ല നാളേക്ക് ഉപയോഗപ്പെടുത്താൻ വിധം ഇവിടെ ഉപയോഗപ്പെടുത്തണം. വളരെ പ്രധാനപ്പെട്ട് വിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് നല്ല നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ നന്മകൾ കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ പരലോക വിജയം തന്നെയാണ്. ആഖിറത്തിൽ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ പഠിപ്പിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നല്ലേ. മനുഷ്യന്മാരെയും ജിന്നുവർഗത്തെയും ഒക്കെ ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് നിശ്ചിതമായ ഇബാദത്ത് എന്നതിനപ്പുറത്തേക്ക് ജീവിതം മുഴുവൻ ഇബാദത്താകണം. നമ്മുടെ ഓരോ കർമ്മങ്ങളും, നമ്മുടെ ഓരോ വചനങ്ങളും, നമ്മുടെ ഓരോ അടക്കങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിക്കനുസരിച്ച് നമുക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയത്തിലൂടെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ ഒരു വിഷയം, ഒരു അമല് നമ്മൾ ചെയ്യുമ്പോൾ അത് എത്ര ചെറിയ ലളിതമായ അമലുകളാണെന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള അമലുകളായിരിക്കും അതിനൊക്കെ ഉണ്ടാവുക. നമ്മളൊക്കെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് പാരായണം ചെയ്യുന്നവരാണ്. യാസീൻ സൂറത്ത് ഓതാറുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് ഓതാറുണ്ടല്ലോ. ഇഖ്ലാസ് സൂറത്ത് ഓതുമ്പോൾ നമ്മളൊക്കെ പറയപ്പെടാറുണ്ട് 3 ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ അത് വിശുദ്ധമായ ഖുർആൻ ഒരു ഖത്മ് തീർത്തതുപോലെയാണ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഓരോ തറാവീഹ് നമസ്കാരങ്ങളുടെ പ്രതിഫലങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴും ഓരോ ചെറിയ ചെറിയ അമലുകളാണെന്ന് നമുക്ക് തോന്നുന്ന കണ്ണിൽ വളരെ നിസ്സാരമായ കാര്യങ്ങളൊക്കെ പടച്ച റബ്ബിൻ്റെ അടുക്കൽ വലിയ അമലുകളാണ്. അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം ആ അമലുകൾ നമുക്ക് നഷ്ടങ്ങളായിക്കൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ആഖിറത്തിലെ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ആദ്യം നമ്മൾ റെഡിയാവേണ്ടത് നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിന് തന്നെയാണ്. ഹൃദയം എത്രമാത്രം നമ്മൾ ശുദ്ധമാക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ അമലുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ മേന്മ കൂടും, തിളക്കം കൂടും, അതിൻ്റെ പ്യൂരിറ്റി നമുക്ക് വലുതാക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യം, നമുക്ക് കൽബകങ്ങൾ ശുദ്ധമാക്കാനുള്ള വഴികൾ ലഭ്യമായി കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. എന്നാൽ നല്ല നല്ല അവസരങ്ങൾ വന്നിട്ട് പോലും അത് ഉപയോഗപ്പെടുത്താതെ വെറും നിസാരവൽക്കരിച്ചുകൊണ്ട് തള്ളിമാറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അദാബ് കഠോരമാണെന്ന് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചത് ലാ യൻളുറുല്ലാഹു ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻളുറുല്ലാഹു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും എന്ന സ്വഹീഹായ ഹദീസിൻ്റെ വചനങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കഴിയുന്നത് ഹൃദയം എത്രമാത്രം ശുദ്ധമാക്കണം എന്നുള്ളത് ഇതിലൂടെ നമുക്ക് വ്യക്തമാകും. നമ്മൾ ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് അമലുകൾ ചെയ്തു, എല്ലാം ചെയ്തിട്ട് നമുക്ക് ഇതിലൊരു ആത്മാർത്ഥമായ നീയത്തില്ലെങ്കിൽ, ഒരു ഇഖ്ലാസ് ഇതിലില്ല എന്നുണ്ടെങ്കിൽ ആ അമലുകൾ വെറുതെ ആവുകയല്ലേ. അള്ളാഹു നോക്കുന്നത് കൽബുകളിലേക്കാണ്. നമ്മൾ ആളുകൾ കാണാൻ വേണ്ടി അമലുകൾ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ടോ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് യാതൊരു വിലയുമില്ല. കാരണം അള്ളാഹു നോക്കുന്നത് ഇന്നല്ലാഹ യൻളുറു ലാ യൻളുറു ഇലാ അജ്സാമിക്കും, അള്ളാഹു നിങ്ങളുടെ ശരീര ലാവണ്യങ്ങളിലേക്ക് നോക്കുന്നില്ല, വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കും അള്ളാഹു നോക്കുന്നില്ല, വലാകിൻ യൻളുറുല്ലാഹു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, വ അഅമാലിക്കും, നിങ്ങളുടെ അമലുകളിലേക്കുമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അമലുകൾ എത്രമാത്രമാണ് നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ നിർവഹിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഈമാനിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഇഹ്സാനിനെക്കുറിച്ചും ചോദിക്കുന്ന ചോദ്യങ്ങൾ എടുത്തു മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ അമലുകൾ എത്രമാത്രം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത്രമേൽ ആത്മാർത്ഥതയോടുകൂടെ അമലുകൾ ചെയ്താൽ മാത്രമേ നമ്മുടെ അമലുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുണ്ടാവുകയുള്ളൂ. ഈമാൻ എന്താണെന്നും ഇസ്ലാം എന്താണെന്നും അള്ളാഹുവിൻ്റെ ഹബീബരോട് അവിടുത്തെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അൻതുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി, അന്ത്യനാൾ കൊണ്ട്, അള്ളാഹുവിനെ കൊണ്ട്, അവിടുത്തെ റസൂലിനെ കൊണ്ട്, വിശുദ്ധ വേദഗ്രന്ഥത്തെ കൊണ്ട് എല്ലാം നീ വിശ്വസിക്കലാണ് ഈമാനെ. ഇസ്ലാമോ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എല്ലാ ഷഹാദത്ത് കലിമയടക്കമുള്ള അതുപോലെ തുടർന്നുള്ള 4-5 കാര്യങ്ങൾ മുഴുവനും നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഇസ്ലാം പരിപൂർണമാകുന്നതാണ്. എന്നാൽ ഇസ്ലാമിനപ്പുറം, ഈമാനിനപ്പുറം ഇഹ്സാൻ എന്നൊരു കാര്യമുണ്ട്. ഇഹ്സാനിനെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിൻ്റെ ഹബീബരോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. അൻതുഅ്മിന അള്ളാഹുവിൻ്റെ ഹബീബിനോട് വന്നുകൊണ്ട് ഈമാൻ എന്താണെന്ന് വന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അൻ തഅബുദല്ലാഹ, നീ അള്ളാഹുവിന് ആരാധന നിർവഹിക്കലാണ്. നീ അള്ളാഹുവിന് ആരാധന നിർവഹിക്കേണ്ടത് എങ്ങനെയാണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, അവൻ നിന്നെ കാണുന്നുണ്ടെന്ന ബോധത്തോടെ, ഫഇൻ ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ല എന്നുണ്ടെങ്കിലും, ഫഇന്നഹു യറാക, അള്ളാഹു നിന്നെ കാണുന്നുണ്ടെന്ന ആത്മാർത്ഥ ബോധം നമുക്ക് വേണം.
അള്ളാഹു നമ്മെ കാണുന്നുണ്ടെന്ന ബോധ്യത്തോടുകൂടെ നമ്മൾ ഒരു അമല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നിസ്കാരം നിർവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്വതക്ക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വിശുദ്ധമായ റമളാൻ ഷരീഫ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സുഹൃതം ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മുടെ താല്പര്യം ഇത് ഇലാഹായ അള്ളാഹു മാത്രം കാണണം, ഇതിനെനിക്ക് പരലോകത്ത് ചെന്നാൽ വലിയ പ്രതിഫലങ്ങൾ ലഭ്യമാവണം എന്ന താല്പര്യത്തോടുകൂടെയാണ് നമ്മുടെ അമലുകൾ നമ്മൾ ചെയ്തു കൂട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയാണ് അവന് വിജയം വരിക്കാൻ കഴിയുന്നത്. ഇതാണ് ഇഹ്സാനിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യവും. ഇവിടെ ഇസ്ലാമിനെക്കുറിച്ചോ ഈമാനിനെക്കുറിച്ചോ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അതൊരു പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. പക്ഷേ നമ്മുടെ ഉള്ളകങ്ങൾ തുറന്നുകൊണ്ട് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാതെ ഉള്ളു വിലയിരുത്തി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. കാരണം ഇഹ്സാനിൻ്റെ പരിപൂർണത എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പുറത്ത് കാണാൻ കഴിയുകയില്ല. അതിൻ്റെ അടിസ്ഥാനം ഇഖ്ലാസാണ്. ഇഖ്ലാസ് എത്രമാത്രമുണ്ടോ ആ ഇഖ്ലാസിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുക. ഖുദ്സിയായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ, അൽ ഇഖ്ലാസു സിർറും മിൻ അസ്റാരി. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വകാര്യതയുടെ വലിയ വലിയ രഹസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഇസ്തൗദഅതുഹു ഖൽബ മൻ അഹ്ബബ്തുഹു. ഞാൻ ആരെയാണോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയങ്ങളിലേക്കാണ് ഞാൻ ഇഖ്ലാസിനെ നിക്ഷേപിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇഖ്ലാസ് എല്ലാവർക്കും ലഭ്യമാകുന്ന കാര്യമല്ല. അള്ളാഹുവിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണ ജീവിതത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അള്ളാഹു ഓശാരമായി തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ആ ഇഖ്ലാസോടുകൂടെ നമ്മുടെ അമലുകൾ നിർവഹിക്കുമ്പോൾ ആ ഇഖ്ലാസാണ് നമുക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നില്ലേ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നമ്മൾ ഓരോ വെള്ളിയാഴ്ചയും ജുമാ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് രണ്ടാമത്തെ ഖുതുബയുടെ അവസാന വചനമായി കൊണ്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബാ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വളരെ പവിത്രമായ ഒരു ആയത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അള്ളാഹു നമ്മോട് നീതി കൽപ്പിക്കുന്നുണ്ട്, അള്ളാഹു നമ്മോട് നന്മ കൽപ്പിക്കുന്നുണ്ട് എന്നല്ല, ആ കാര്യങ്ങളെല്ലാം നമ്മൾ നിർവഹിക്കുമ്പോൾ അള്ളാഹു നമ്മോട് നീതി കൊണ്ട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ കൃത്യമായ നീതിയേക്കാൾ ഒരുപടി മുന്നിലാണ്, ഉന്നതമായിട്ടാണ് ഇഹ്സാൻ കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അദ്ൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, നീതി നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മോട് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനും മീതയാണ്. ഏറ്റവും സമത്വത്തോടുകൂടെ രണ്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നിലും ഏറ്റവും വ്യത്യാസമില്ലാതെ നീതിയുക്തമായി കൊണ്ടൊരു കാര്യം നിർവഹിക്കപ്പെടുമ്പോൾ എന്നാൽ ആ കർമ്മത്തിനു മുകളിലാണ് ഇഹ്സാന്റെ കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരൊക്കെ ജീവിച്ചപ്പോൾ അവരുടെ ജീവിതങ്ങൾ മുഴുവനും ഇഖ്ലാസുള്ള ജീവിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ലേ. മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ ഒന്നാമത്തെ ഖലീഫയായിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയ വളരെ പ്രധാനപ്പെട്ട ഇഖ്ലാസിൻ്റെ നിറകുടമായിരുന്ന വലിയ അമലുകൾ നമുക്ക് അവിടുന്ന് കാണാൻ കഴിഞ്ഞിരുന്നു. ആരെങ്കിലും മഹാനവറുകളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ വിളക്ക് കത്തിച്ചുകൊണ്ട്, അന്നത്തെ സൗകര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വിളക്കു കത്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തുന്നത് മറ്റുള്ളവർ കാണുകയാണെന്നുണ്ടെങ്കിൽ പൊതുജനങ്ങൾ കണ്ടുകൊണ്ട് വിളക്കണയാത്ത വിധം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ മുഴുകുന്നതായി കാണുമ്പോൾ ഓരോ ആളുകളും വന്ന് വാതിലിനെ കതക് മുട്ടുകയാണ്. കതക് മുട്ടി തുറക്കാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സവിധത്തിലേക്ക് പല പല ആവശ്യങ്ങളുമായി കൊണ്ടുവരുമ്പോൾ മഹാനവറുകൾ ആദ്യം ചെയ്യുന്ന പണി എന്താ? വിശുദ്ധമായ ഖുർആൻ മടക്കി പൂട്ടി വെച്ചുകൊണ്ട് എന്നിട്ട് കതക് തുറന്ന് ജനങ്ങളോട് സംസാരിക്കാനുള്ള അവസരം നൽകുന്നു. ഒരിക്കലും ഞാൻ ഓതുന്ന ഖുർആൻ പാരായണം ജനങ്ങൾ കാണാൻ പാടില്ല. ഞാൻ ഓതുന്ന ഖുർആനിക ആയത്തുകളോ അതിൻ്റെ പാരായണങ്ങളോ അള്ളാഹുവുമായിട്ട് എന്നെ ബന്ധിപ്പിക്കുന്ന ഈ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഞാൻ ഓതുന്നത് ഒരു മനുഷ്യനും കാണാൻ പാടില്ല. ഞാനൊരു ഖുർആൻ പാരായണക്കാരനാണെന്നറിയാൻ പാടില്ല എന്ന ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടെ മഹാനവറുകൾ അവിടെ നിന്ന് ഓതിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയില്ലേ? ഇതുപോലെ നമ്മുടെ അമലുകളും നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലോകമാന്യതയ്ക്ക് വേണ്ടിയല്ലാതെ, ജനങ്ങൾ കാണാൻ വേണ്ടിയല്ലാതെ, ഇലാഹായ റബ്ബ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ
എൻ്റെ ബർസഖിയായ ലോകത്തേക്ക്, എൻ്റെ പരലോക നന്മകളിലേക്ക് ചേർത്തു വെക്കാൻ പറ്റിയ ഒരു നന്മയായിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ അമലുകളും, എൻ്റെ ജമാഅത്ത് നിസ്കാരങ്ങളടക്കമുള്ള എൻ്റെ മറ്റു സുഹൃതങ്ങളടക്കം എല്ലാ കാര്യങ്ങളും അള്ളാഹു എന്നെ രക്ഷപ്പെടുത്താനുള്ള വഴികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ? എന്നാൽ അതിനർഹമായ പ്രതിഫലങ്ങളാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അതല്ല നിസ്കാരത്തിന് വരുമ്പോൾ തന്നെ, ജമാഅത്തിന് വരുമ്പോൾ തന്നെ നമ്മുടെ താല്പര്യം ഇത് ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണെന്നോ, അല്ലെങ്കിൽ ഞാൻ ജമാഅത്തിന് പോയിട്ടില്ലെങ്കിൽ ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുക എന്ന ഒരു മോശത്തര ചിന്തയോടുകൂടെയാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഖൽബിനെ നന്മകളിൽ പിടിച്ച് നിർത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഖൽബ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അറബിയിൽ ഖലബ എന്ന് പറഞ്ഞാൽ മാറി മറിയുക എന്നാണ് അർത്ഥം. ഒരേപോലെ ഒരു സ്റ്റേണായ അവസ്ഥയിൽ നിൽക്കാതെ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന, വ്യത്യസ്തമായ രീതിയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ രീതിയുള്ള ഒരു അവയവമാണ് നമ്മുടെ ഖൽബ്, ഹൃദയം എന്ന് പറയുന്നത്. നമുക്കെപ്പോഴും സന്തോഷമല്ലല്ലോ, എപ്പോഴും കരച്ചിലല്ല, സങ്കടമല്ല, ദുഃഖമല്ല, ദേഷ്യമല്ല, ഇതെല്ലാം നമുക്കുണ്ട്. പല സമയത്തും പല രീതിയിലുള്ള സ്വഭാവമാണ് നമ്മുടെ ഒരൊറ്റ ഖൽബിനുള്ളത് എന്നുള്ളതാണ്. അതല്ലാതെ ദേഷ്യത്തിനൊരു ഖൽബ്, സന്തോഷത്തിനൊരു ഖൽബ്, ഇങ്ങനെ വെവ്വേറെ ഖൽബുകൾ നമുക്ക് അള്ളാഹു സംവിധാനിച്ച് തന്നിട്ടില്ല. എന്നാലും ഈ ഒരൊറ്റ ഖൽബിന് തന്നെ പല പല സ്വഭാവങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഖൽബ് മാറി മറിയുന്നത് എന്നാണ് നമ്മുടെ ഖൽബിൻ്റെ അർത്ഥം തന്നെ. ഇങ്ങനെ മാറി മറിയുന്നത് എന്ന് പറയുമ്പോൾ നന്മയിൽ അടിയുറച്ച് നിൽക്കാൻ നമ്മുടെ ഖൽബിനെ നമുക്ക് പ്രാപ്തമാക്കാൻ കഴിയണം, നമുക്കതിന് കഴിയണം. നന്മകളിൽ നിന്ന് മാറി നമ്മുടെ വലിയ തിന്മകളിലേക്ക്, ഷിർക്കിലേക്ക്, കുഫറിലേക്ക് നമ്മുടെ ഖൽബ് ചിന്തിച്ചു പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതിയ കാലത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് മക്കൾക്ക് യാതൊരു വിവരവും വേണ്ട. എത്ര തന്നെ മദ്രസയിൽ പഠിച്ചു കഴിഞ്ഞാലും, വലിയ വലിയ ഇൽമിൻ്റെ മജ്ലിസുകൾ സംബന്ധിച്ച് കഴിഞ്ഞാലും, സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവരുടെ ചിന്താഗതികൾ മാറി അവർക്ക് ദീന് വേണ്ട, മാതാപിതാക്കൾ വേണ്ട, നിരീശ്വരവാദങ്ങളിലേക്ക് പോയി ഒടുവിൽ അള്ളാഹു പോലും ഇല്ല എന്ന് പറയുന്ന വളരെ അപകടകരമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നതും നമ്മൾ മാറുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഖൽബ് മാറി മറിഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിലേക്കായിരിക്കും പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥിരമായി പലപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്ന ദുആ ആണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബ് ഖൽബി. യാ മുഖല്ലിബൽ ഖുലൂബ്, ഖൽബിനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക വ ത്വഅതിക്, നിന്റെ ദീനിൻ്റെ മേൽ, നിന്റെ അനുസരണയുടെ മേൽ എൻ്റെ ഖൽബിനെ നീ അടിയുറപ്പിച്ച് നിർത്തണേ, എനിക്ക് ഈമാനികമായ ശക്തി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അധികരിപ്പിച്ച് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. എന്നാൽ മഹാനായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാന്മാർ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ എപ്പോഴും മുത്തുനബിയോട് വന്ന് ചോദിക്കുമായിരുന്നു, നബിയെ എന്താണ് അങ്ങ് വല്ലാതെ ദുആ ചെയ്യാറുണ്ടല്ലോ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്നിങ്ങനെ ഒരുപാട് തവണ ആവർത്തിച്ച് ഇങ്ങനെ ദുആ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നബിയെ എന്ന് മുത്തുനബിയോട് അവിടുന്ന് അന്വേഷിക്കുമ്പോൾ മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഉമ്മു സലമ ബീവിയോട് പറയുന്ന മറുപടി, ഈമാനിൽ നിന്ന് അടിയുറച്ചു പോവാതെ എൻ്റെ ഖൽബ് പൂർണ്ണമായിട്ടും അള്ളാഹുവിൽ ലയിച്ചു ചേരാൻ വേണ്ടിക്കൊണ്ട്, മനുഷ്യൻ്റെ ഖൽബ് എന്ന് പറഞ്ഞാൽ അതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി ഓടി മറിഞ്ഞ് പല വിധേനയുള്ള സ്വഭാവങ്ങളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഖൽബ് ഈമാനിൻ്റെ മേൽ അടിയുറച്ച് നിൽക്കണമെന്ന താല്പര്യത്തിൻ്റെ പക്ഷത്താണ് ഞാൻ അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഖൽബുകൾ എത്രമാത്രം അള്ളാഹുവിലേക്ക് ലയിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ വിശുദ്ധ റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യും, നമ്മൾ നോമ്പ് തുറ സംഘടിപ്പിക്കും, മറ്റു പല കാര്യങ്ങളും സംഘടിപ്പിക്കും. റമദാനായിലെ ഇനിയൊരു നോമ്പ് തുറ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ, മക്കളൊക്കെ ഒന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ, പേരക്കുട്ടികളെ അയൽവാസികളൊക്കെ ഒന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ അതൊരു മോശമാണ് എന്ന ഒരു ചിന്തയിൽ നിന്നാണ് നോമ്പ് തുറ സംഘടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാഷ് നഷ്ടമാണ്, നമ്മുടെ കൊണ്ടുവന്ന വിഭവങ്ങൾ മുഴുവനും നഷ്ടമാണ്. എന്നാൽ നേരെ തിരിച്ച് നോമ്പ് തുറപ്പിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര വലുതാ! അത്ര വലിയ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ ആളുകളെയും നോമ്പ് തുറപ്പിക്കാൻ നമ്മൾ ആ നോമ്പ് തുറന്നവൻ്റെ പ്രതിഫലം നമുക്കും ലഭ്യമാവുകയാണ്. ഇങ്ങനെ ആത്മാർത്ഥമായ നിയത്തോടെ കൂലി കിട്ടണമെന്ന താല്പര്യത്തോടുകൂടെ നോമ്പ് തുറ സംഘടിപ്പിക്കുമ്പോൾ അവിടെ നോമ്പ് തുറപ്പിച്ചതിൻ്റെ കൂലി നമുക്ക് കിട്ടും. അതുപോലെ ഇത്ആമു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്, വലിയ പ്രതിഫലം ലഭ്യമാകുന്ന ഒരു കാര്യമാണ് ഭക്ഷണം നൽകുക എന്നുള്ളത്.
ഭക്ഷണം നൽകുക, വിശന്നവൻക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രോത്സാഹനജനകമായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിന് വേറെ പ്രതിഫലം, അവിടെ ഒരു കുടുംബം ഊട്ടിയുറപ്പിക്കുന്നു, കുടുംബബന്ധം ചേർക്കുന്നു, അതിന് വേറെ പ്രതിഫലം. അങ്ങനെ എന്തെല്ലാം നന്മകളാണ് ഒരു നോമ്പ് തുറ സംഘടിപ്പിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് പ്രതിഫലം, കൂലി നഷ്ടമാകുന്നത് ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. നമ്മൾ ആത്മാർത്ഥമായി കൽബ് കൊണ്ട് ആ കാര്യം നമ്മൾ ഏറ്റെടുക്കുന്നില്ല, ഇഖ്ലാസോടുകൂടെ അത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഓരോ അമലുകളും എൻ്റെ സഹോദരിമാരടക്കം ശ്രദ്ധിക്കേണ്ടത്, വിശുദ്ധമായ റമദാനാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ വീട്ടുജോലികളിൽ ഏർപ്പെടുന്ന നമ്മുടെ സഹോദരിമാർ പലപ്പോഴും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പുണ്യമായ കർമ്മങ്ങളുണ്ട്. നമ്മുടെ വീട് രാവിലെ മുറ്റടിച്ചു വരുന്ന നമ്മുടെ സഹോദരിമാർ രാവിലെ അങ്ങനെ ഇടങ്ങാറായി ഒരുപാട് അടിച്ചു വരുന്നത് എന്നതിനപ്പുറത്തേക്ക് ഈ വീട് വൃത്തിയാക്കുക എന്നുള്ളത് അത്വഹൂറു ശത്രുൽ ഈമാൻ എന്ന് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ വൃത്തിയാക്കുക എന്ന നല്ല ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ ചൂലുമെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് എന്ന താല്പര്യത്തോടുകൂടെ ഒരു ആത്മാർത്ഥമായ നീയത്തോടുകൂടെ നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ അടിച്ചു വരുന്നതിന് മുഴുവനും നമുക്ക് പ്രതിഫലമാണ്. നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരുടെ മക്കളുടെ ഡ്രസ്സ് അലക്കി കൊടുക്കാറുണ്ട്, തിരുമ്പി കൊടുക്കാറുണ്ട്. ഇതെന്താ പണി? ഇതും വൃത്തിയാക്കലല്ലേ? ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ അതും നമ്മൾ നീയത്ത് വെക്കണം. ഇതിൻ്റെ ഭർത്താവിൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കി വൃത്തിയാക്കുകയാണ്. മുത്തുനബി പറഞ്ഞിരിക്കണല്ലോ, വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നബിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, അത് അള്ളാഹ്ക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ ഇഷ്ടം നമുക്ക് കരഗതമാക്കാൻ കഴിയും. അങ്ങനെ വളരെ ലളിതമായ കാര്യങ്ങളിലൂടെ നമുക്ക് വലിയ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ കഴിയുമെന്നുള്ളതാണ് ഇത്തരം നീയത്തുകളിലൂടെ, ഇഖ്ലാസിലൂടെ ലഭ്യമാകുന്ന വലിയ നേട്ടമെന്ന് പറയുന്നത്. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടോ? നമ്മൾ ഇവിടെ ഇൽമിൻ്റെ മജ്ലിസിലേക്ക് വരുമ്പോൾ എന്താ നമ്മുടെ ലക്ഷ്യം? നാട്ടുകാർ കണ്ടാൽ മോശമല്ലേ വീട്ടിലിങ്ങനെ കുത്തിരിക്കുന്നത്, ഈ സമയം അവിടെ ഒരു ക്ലാസ് നടക്കുമ്പോൾ അവിടേക്ക് പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന രീതിയിലേക്കാണ് നമ്മുടെ ചിന്ത വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് യാതൊരു പ്രതിഫലവുമില്ല. മറിച്ച് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇൽമിൻ്റെ മജ്ലിസിലേക്കാണ് ഞാൻ പോകുന്നത്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ലേ? ഇൽമിൻ്റെ മജ്ലിസിലിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്ക് കൂടി നമുക്ക് വഴി എളുപ്പമാക്കി തീർക്കുമെന്നുള്ളതാണ്. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഒരു ഇൽമ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയിൽ നമ്മൾ പോയി കുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രാധാന്യമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ ഇൽമിൻ്റെ മജ്ലിസിലേക്ക് വരുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിൽ പള്ളിയിൽ തന്നെയാണ് ഇൽമ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം ഒരു 1.5 മണിക്കൂർ നമ്മളിവിടെ ആത്മാർത്ഥമായ നീയത്തോടെ എഴുത്തിക്കാഫിൻ്റെ നീയത്തും വെച്ച് തലയിൽ തൊപ്പിയോ റുമാലോ അല്ലെങ്കിൽ വല്ല കെട്ടോ കെട്ടിയിട്ട് ഈ തല മറക്കുക എന്നുള്ള സുന്നത്ത്, എഴുത്തിക്കാഫിൻ്റെ കൂലി, ഇതുപോലെ പള്ളിയിൽ സമയം ചെലവഴിക്കുന്നതിനുള്ള കൂലി, എത്ര പ്രതിഫലങ്ങളാണ് നമുക്ക് വാരിക്കൂട്ടാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ ഒരു ഇഖ്ലാസ് പോയി എന്നുള്ള കാര്യത്താൽ എല്ലാ പ്രതിഫലവും നമുക്ക് നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഇഖ്ലാസാണ് നമുക്ക് വേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വലിയ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യം, ഇഖ്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ അമല് പൊളിഞ്ഞു പോകുമെന്നുള്ളതാണ്. അമലിന് പ്രതിഫലമേ ഉണ്ടാവുകയില്ല. ഇഖ്ലാസ് ഉണ്ടോ എന്നാൽ അതിനനുസരിച്ച് പ്രതിഫലങ്ങൾ ഇരട്ടിയായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഔലിയാക്കളിൽപ്പെട്ട വലിയൊരു മഹാനായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ജീവിതത്തിൽ വലിയൊരു സംഭവം ഉണ്ടായതെന്ന് സൂചിപ്പിക്കട്ടെ. ഔലിയാക്കളിൽ മഹാനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അഹ്മദുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കഥ റൂഹുൽ ബയാനിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്താണ് കഥ? അദ്ദേഹം ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോയപ്പോൾ അവിടെ കഅബയുടെ ഖില്ല പിടിച്ചുകൊണ്ടൊരു സാധുവായ മനുഷ്യൻ കരഞ്ഞു ദുആ ചെയ്യുന്നുണ്ട്. കഅബയുടെ അടുക്കൽ വെച്ചുകൊണ്ട് കഅബയുടെ കറുത്ത കില്ലകൾ പിടിച്ചുകൊണ്ട് കരഞ്ഞു പൊട്ടിക്കരഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ, അല്ലാഹുവേ ദുനിയാവിൽ നിന്ന് എന്നെ മുസ്ലിമായിട്ട് നീ കൊണ്ടുപോവണേ, എനിക്ക് മരണം വരുമ്പോൾ മുസ്ലിമായി കൊണ്ട് എന്നെ നീ മരിപ്പിക്കണമേ എന്നിങ്ങനെ ആവർത്തിച്ച് മറ്റു പല അനേകം കാര്യങ്ങളും പറയാനുണ്ടായിട്ടും അദ്ദേഹം ദുആ ചെയ്യുന്നത് ഒരൊറ്റ കാര്യമാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ, അല്ലാഹുവേ ദുനിയാവിൽ നിന്ന് എന്നെ മുഅ്മിനായി മുസ്ലിമായി നീ മരിപ്പിക്കണമേ എന്നിങ്ങനെ ആവർത്തിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചാൻസ് നോക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ചൊല്ലുകയാണ്. ഇദ്ദേഹം മഹാനായ അഹ്മദുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് വിവരം അന്വേഷിക്കുകയാണ്, കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ദുആ ചെയ്യാൻ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നു, ലൗ അലിംതു ഖിസ്സതീ,
നിങ്ങളെങ്ങാനും എൻ്റെ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ലൗ അലിംത ഖിസ്സതി, നിങ്ങൾ എൻ്റെ സംഭവങ്ങളും ജീവിതത്തിലെ കാര്യങ്ങളുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ മഹാനവറുകൾ ചോദിക്കുന്നുണ്ട്, വമാ ഖിസ്സതുക, എന്താണ് നിങ്ങളുടെ സംഭവങ്ങൾ, ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു കഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ മഹാനായ ആ മനുഷ്യനവിടുന്ന് മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ ഒരുപാട് നന്മകൾ ചെയ്തു കൂട്ടിയ മനുഷ്യനായിരുന്നു. 10-40 കൊല്ലത്തോളം ഒരു പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങളുമായിട്ട് ഏർപ്പെട്ട് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അധിക സമയവും പള്ളിയുമായി കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടിയ മനുഷ്യനായിരുന്നു. മാത്രമല്ല ഒരുപാട് നന്മകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നൊരു മനുഷ്യൻ കൂടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണസമയമെത്തിയപ്പോ ആ മരണസമയത്ത് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്, ഒരു ഖുർആൻ കൊണ്ടുവന്ന് തരാൻ വേണ്ടിക്കൊണ്ട്. ഞാൻ മരണത്തോടടുത്ത് സക്കറാത്തിൽ മൗത്തിന്റെ ഹാലിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട്, എനിക്കൊരു ഖുർആൻ കൊണ്ടുവന്ന് തരണമെന്ന് അവിടുന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരു ഖുർആൻ അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നു. പക്ഷേ ഖുർആൻ എത്തിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ആ ഖുർആൻ കയ്യിൽ കിട്ടിയ മനുഷ്യൻ പറയുന്നു, അന ബരീഉം മിമ്മാ ഫീ, ഈ ഖുർആനിലുള്ളതൊന്നും എനിക്കറിയുന്നില്ല, എനിക്ക് ഓതാൻ കഴിയുന്നില്ല, എനിക്കിത് വായിക്കാൻ കിട്ടുന്നില്ല, ഖുർആൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ട് കാഫിറായി മരിച്ചു പോകുന്ന വളരെ ദയനീയമായൊരു സംഭവമുണ്ടായി. എന്നു മാത്രമല്ല അവിടുന്ന് മനസ്സിലാക്കിയ ഒരു സംഭവമുണ്ട്. ഇദ്ദേഹം പള്ളിപ്പണിയെടുത്തിരുന്നത്, പള്ളിക്ക് വേണ്ടി പരിപാലന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് മുഴുവനും ജനങ്ങളുടെ മേൽക്കോയ്മകൾക്ക് വേണ്ടി, ജനങ്ങൾക്കിടയിൽ വലിയ ആളെന്ന് പറയാൻ വേണ്ടി, വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പള്ളിയുമായി ബന്ധപ്പെട്ട മഹല്ലത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങി തിരിച്ചതെന്ന് പറയുന്നു. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയ ആ സഹോദരൻ്റെ മരണരംഗം കണ്ടുകൊണ്ട് ഇദ്ദേഹം ജീവിതത്തിലെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് കഅബയിലേക്ക് പോയി ഹജ്ജിൻ്റെ വേളയിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ, അല്ലാഹുവേ ദുനിയാവിൽ നിന്ന് നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണമേ, കാഫിറായിട്ട് മരിപ്പിക്കരുതേ എന്ന് കൂടി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അത്യന്തമായ നമ്മുടെ ലക്ഷ്യം എന്താ? ആഖിബത്ത് നന്നായി കലിമ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പൂർണ്ണ അടിമയായി മുഅ്മിനായി മരിച്ച് സ്വർഗം പുൽകണമെന്ന താല്പര്യത്തോടുകൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഅ്മിനെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവസാനം ആഖിബത്ത് മോശമായാൽ നമുക്ക് നഷ്ടമല്ലേ? നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ മുഅ്മിനായി ജീവിച്ചു, മുസ്ലിമായി ജീവിച്ചു, വിശുദ്ധ ഖുർആനുമായും പള്ളിയുമായും വിശുദ്ധ ഗ്രന്ഥങ്ങളുമായി കൊണ്ടും ഇൽമുമായി ബന്ധപ്പെട്ടെല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവസാനം ആഖിബത്ത് മോശമായി മരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ പരാജയത്തെക്കാൾ വലിയ പരാജയം എന്താ ഉള്ളത്? അള്ളാഹുവിനെ സ്വപ്നം കണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര തുടരുമ്പോൾ അവസാനം എല്ലാ വഴികളും അടഞ്ഞ് പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആഖിബത്ത് നന്നാവാനുള്ള പണികൾ നമ്മൾ എടുക്കണം. മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കാനുള്ള പണികൾ നമ്മൾ എടുക്കണം. അതിനുള്ള പണികൾ എന്താ? അതാണ് പ്രധാനപ്പെട്ട് എത്ര പണിയെടുത്താലും ഇഖ്ലാസോടുകൂടെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എത്ര വലിയ അമലുകൾ ചെയ്യുകയാണെങ്കിലും നീയത്ത് വേണം, ഇത് റബ്ബ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു 10 റുപ്യ എന്നുണ്ടെങ്കിലും ഹദിയ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വലിയ സംഭവമാക്കി കൊടുക്കാതെ, പേര് വിളിച്ചു പറയാതെ, സ്വകാര്യമായിട്ടൊരാളെ വിളിച്ച് കയ്യിലേക്ക് കൊടുത്ത് സന്തോഷത്തോടെ ഏൽപ്പിച്ചാൽ ആ ഒരു 10 രൂപ മതിയാകും അവനക്ക് രക്ഷപ്പെടാൻ. മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, 1 രൂപയുടെ നാണയം എന്നുള്ളതിന് വലിയ പ്രതിഫലം ലഭ്യമാകും എപ്പോൾ അത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ പള്ളിയുടെ മുമ്പിൽ നമുക്ക് ധർമ്മപ്പെട്ടി കാണും, അല്ലെങ്കിൽ നേർച്ചപ്പെട്ടി കാണും. നേർച്ചപ്പെട്ടിയിലേക്ക് നമുക്ക് എന്നും പൈസ ഇടാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നല്ലൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? 1 രൂപയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു 5 രൂപയാണെങ്കിൽ 10 രൂപയാണെങ്കിൽ പോലും എന്നും ആ പെട്ടിയിലേക്ക് ഇടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയ സ്വതക്കയാണ്, വലിയ നന്മയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കബൂലിയത്തുള്ള നന്മയായിട്ട് നമുക്കത് സ്വീകരിക്കപ്പെടാൻ കഴിയും. അപ്പോൾ ഇൽമിൻ്റെ വഴിയിലേക്ക്, അതുപോലെ പള്ളിയുടെ വഴിയിലേക്ക് ഇങ്ങനെയുള്ള നല്ല ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കുള്ളിൽ ഒരൊറ്റ താല്പര്യമേ ഉണ്ടാവാൻ പാടുള്ളൂ, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പരലോകം കൈച്ചിലാക്കാൻ കഴിയുക. നമ്മുടെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നന്മകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പരലോകം കൈച്ചിലാക്കാൻ പറ്റിയ, അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ 1-2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഹദീസുകളിലൂടെ നമുക്ക് വായിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉ മൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറൈദ് ദുനിയാ വൽ ആഖിറ. ആർക്കെങ്കിലും അല്ലാഹു ദുനിയാവിൽ
രണ്ട് നന്മകൾ നൽകിയ, ദുന്യാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ പറ്റിയ നന്മകൾ 4 കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. 4 കാര്യങ്ങളുണ്ട്. മൻഉതിയഹുന്ന, ആരെങ്കിലും ആ 4 കാര്യങ്ങളും നൽകപ്പെട്ട് കഴിഞ്ഞാൽ, അത് ജീവിതത്തിൽ കൊണ്ട് നടന്നാൽ, ഫഖദ് ഉതിയ ഖൈറൈ ദുനിയാ വൽ ആഖിറ, 2 ലോകത്തും ദുന്യാവിലും ആഖിറത്തിലും അവനക്ക് രക്ഷപ്പെടാൻ പറ്റിയ വഴികൾ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഏതാണ് ആ 4 കാര്യങ്ങൾ? പറയുന്നു, ലിസാനുൻ ദാക്കിർ, ഒന്നാമത്തേത് ദിക്ർ ചൊല്ലുന്ന നാവാണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നാവിൽ മുഴുവനും ദിക്ർ ചൊല്ലി നടക്കുന്ന നാവുണ്ടോ, എന്നാൽ അവനക്ക് ഇഹപര വിജയത്തിന് വഴിയാകുന്നതാണ്. വഖൽബുൻ ശാകിർ, രണ്ടാമത്തെ കാര്യം ശുക്ർ ചെയ്യുന്ന ഖൽബുണ്ടോ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന ഖൽബുണ്ടോ, അത് മുഖാന്തരം അവൻക്ക് അവിടെ രക്ഷപ്പെടാൻ, 2 ലോകത്തും രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വബദനു സ്വാബിർ, ക്ഷമിക്കുന്ന ഖൽബവൻ കൊണ്ടോ, ശരീരം അവൻ കൊണ്ടോ, എന്തു പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്നുണ്ടോ, ആ ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്നവനക്കും അല്ലാഹു ഇഹപര വിജയം നൽകുന്നതാണ്. അതുമാത്രവുമല്ല, വീണ്ടും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വസൗജത്തുൻ ലാ തുബഗീഹി ഖൗനൻ ഫീ നഫ്സിഹാ വലാ മാലിഹി, അല്ലാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട്, വഞ്ചനയില്ലാതെ, സ്വന്തം നഫ്സിലൊരു പ്രശ്നവുമില്ലാതെ, വഞ്ചനകളും അതല്ലെങ്കിൽ തട്ടിപ്പുകളുമില്ലാതെ സ്വന്തം ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഏറ്റു നടത്തുന്ന സൗജത്തുണ്ടോ, ഭാര്യയുണ്ടോ, ഇങ്ങനെ പൂർണ്ണ വിശ്വാസിനിയായ ഒരു ഭാര്യ ജീവിക്കുന്നുണ്ടോ, അവർക്കെല്ലാം ഇഹപര വിജയം അല്ലാഹു നൽകുന്നതാണെന്ന് പറയുന്നു. ഇവിടെ നമ്മൾ വന്നതിൻ്റെ ലക്ഷ്യം തന്നെ എന്താ? പള്ളിയിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആവശ്യം തന്നെയാണ്, മരിച്ച് നമ്മളെ കട്ടിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് രക്ഷപ്പെടണം, അവസാനം ഒരുപാട് ആളുകൾ നിസ്കരിക്കണം, ഒരുപാട് നല്ല നല്ല അമലുകൾ നമുക്ക് കിട്ടണം. ഇങ്ങനെ നല്ല താല്പര്യത്തോടു കൂടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്നാൽ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, യാസീൻ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തിലൂടെ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. നമ്മൾ മടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് മടങ്ങുള്ളൂ. വഇലൈഹി തുർജഊൻ, അതിൻ്റെ അവസാനത്തെ വചനം തന്നെ അല്ലാഹുവിലേക്കാണ് നിങ്ങൾ മടങ്ങുക എന്നുള്ളതാണ്. അല്ലാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ കരുതൽ തന്നെ വേണം. അല്ലാഹുവിൻ്റെ കരുതലിന്, അവിടുത്തെ രക്ഷക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ഈ 3-4 കാര്യങ്ങൾ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ടോ, എന്നാൽ മടക്കസ്ഥാനമായ അല്ലാഹുവിൻ്റെ ദർബാറിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം ലിസാനുൻ ദാക്കിർ, ദിക്ർ ചെയ്യുന്ന, ദിക്ർ ചൊല്ലുന്ന നാവ് എന്ന് പറയുമ്പോൾ, നമ്മൾ ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ചില പ്രത്യേകമായ വചനങ്ങൾ മാത്രമാണ് ദിക്ർ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ദിക്ർ എന്ന് പറഞ്ഞാൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം. ആ കാര്യം പറയുമ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും ദിക്ർ തന്നെയാണ്. മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ മജ്ലിസുന്നൂർ ചൊല്ലാറുണ്ട്. മജ്ലിസുന്നൂറിൽ മുഴുവനും അസ്മാ ഉ ബദറാണ്, ബദരീങ്ങളുടെ നാമങ്ങളാണ്. ബദരീങ്ങളുടെ നാമങ്ങൾ കേട്ടാൽ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നുണ്ടോ? ആ നാമങ്ങൾ പോലും ദിക്റുകളിൽ പെട്ടതാണെന്നാണ്. അതുപോലെ മറ്റെന്ത് ദിക്റുകൾ ചൊല്ലുകയാണെങ്കിലും, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ അള്ളാഹുവിനെ ഓർമ്മ വരുന്നുണ്ടോ, ആ കാര്യം ദിക്റായിട്ട് പരിഗണിക്കാമെന്നുള്ളതാണ്. അങ്ങനെ ദിക്ർ ചൊല്ലി 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 അള്ളാഹുവിലേക്ക് ഒരുപാട് ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്ത് വലിയ സംഭവമാവുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹു നമ്മോട് കൽപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കൽപ്പനകൾ മുഴുവനും നമ്മൾ അംഗീകരിച്ചു പ്രവർത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മിൽ നിന്ന് വരേണ്ട ഒരു കാര്യമുണ്ട്. ത്വാഅത്തുകൾ നമ്മൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് മൻഹിയാത്തുകൾ നമ്മൾ അനുസരിക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യണം, ഇന്ന ചെയ്യണം, നിസ്കാരം നിർവഹിക്കണം, മറ്റു കാര്യങ്ങൾ എല്ലാതും കൽപ്പനകളാണ്. ആ കൽപ്പനകൾ നിർവഹിക്കാൻ നമ്മൾ മുന്നിൽ തന്നെയാണ്. എല്ലാ നിലക്കും നമ്മൾ നന്മകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ തിന്മകൾ നമ്മൾ മാറ്റിവെക്കുന്നുണ്ടോ എന്നുകൂടി ചിന്തിക്കണം. നമ്മുടെ നാവ് നമ്മൾ എന്തിനാണ് ചെലവഴിക്കുന്നത്? സംസാരങ്ങൾ മുഴുവനും അള്ളാഹു ഇഷ്ടപ്പെട്ട സംസാരങ്ങൾ ആവാറുണ്ടോ? ഇനി ഒന്നുമില്ലെങ്കിലും ഉണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത തരത്തിൽ നമ്മുടെ സംസാരങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ അള്ളാഹുവിന് ഒരുപാട് നന്മകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് വേണ്ടാത്തതും ചെയ്തു കൂട്ടുന്നുണ്ട്. അപ്പോൾ മൻഹിയാത്ത് എന്ന് പറയും നമ്മോട് ചെയ്യരുത് എന്ന് വിരോധിച്ച കാര്യങ്ങൾ,
നന്മകൾ ഒരുപാട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് മൻഹിയാത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. നമ്മോട് ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കുക. ലഹരി പദാർത്ഥങ്ങളാണെങ്കിലും കള്ള് കഞ്ചാവ് പോലെയുള്ള വളരെ വിഷവിത്തുകളാണെന്നുണ്ടെങ്കിലും നമ്മോട് ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കുക. ആ ഒരു അനുസരണയുണ്ടല്ലോ, അതാണ് വളരെ മർമ്മപ്രധാനമായ കാര്യം. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്നു. നമ്മൾ ദിക്റിലേക്ക് പോകുമ്പോൾ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒരു ദിക്റായിരിക്കുക, മൗലിദ് പാരായണങ്ങൾ ഒരു ദിക്റായിരിക്കുക, അസ്മാഉ ബദർ ചൊല്ലുന്നതൊരു ദിക്റായിരിക്കുക, മദ്ഹ് പ്രകീർത്തന സദസ്സുകളിൽ നമ്മൾ സംബന്ധിക്കാറില്ലേ, അതൊക്കെ മദ്ഹുകളാണ്, ദിക്റുകളാണ്. അള്ളാഹുവിനെ ഓർമ്മ വരുന്ന എല്ലാ മജ്ലിസുകളിലും നമ്മൾ മലയാളത്തിൽ ചൊല്ലിയാലും അറബിയിൽ ചൊല്ലിയാലും ഏത് തരത്തിലാണെങ്കിലും അത് ദിക്റുകളാണ്, അത് നാവ് കൊണ്ട് ചെയ്യുന്ന ദിക്റുകളാണ്. അതാണ് പറഞ്ഞത് വലിസാനുൻ ദാകിർ, ദിക്ർ ചൊല്ലുന്ന നാവുണ്ടോ അവനക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയുന്നതാണെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ ദിക്റുകൾ ചൊല്ലിയാലുള്ള നേട്ടം എന്താ? നമ്മൾ ദിക്റുകൾ ചൊല്ലുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ് ദിക്റുകളുടെ നേട്ടങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദിക്റു ഖൈറും മിനസ് സ്വദഖ എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ? സ്വദഖ കൊടുക്കുന്നതിനേക്കാൾ, സ്വദഖയുടെ പ്രതിഫലങ്ങളെക്കാൾ വലിയ പ്രതിഫലങ്ങളാണ് ദിക്റിനുള്ളത്. കാരണം ദിക്ർ എന്ന് പറഞ്ഞാൽ ഓരോ വചനങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട്. അള്ളാഹുവിനെ മനസ്സിൽ കുടിയിരുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഓരോ ദിക്റുകൾ ചൊല്ലുമ്പോൾ ഓരോ സമയത്തും നമ്മുടെ ഖൽബിൽ അള്ളാഹുവാണ്. അങ്ങനെ ഹൃദയം മുഴുവൻ അള്ളാഹുവിനെ നിറക്കാൻ കഴിഞ്ഞാൽ സ്വദഖയേക്കാൾ വലിയ പ്രതിഫലം നമുക്ക് ദിക്റിലൂടെ ലഭ്യമാക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല ഭൗതികമായ നേട്ടങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അദ്ദിക്റു ഇന്നമാ യുവസ്സിഉ റിസ്ഖ വൽ ഇഅറാദു അൻഹു യുഖല്ലിലുഹു എന്ന് മഹാന്മാർ പഠിപ്പിച്ചത് എന്താ? ദിക്ർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഇന്നമാ യുവസ്സിഉ റിസ്ഖ, ദിക്റിലൂടെ നമുക്ക് റിസ്ഖ് വിശാലമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മുടെ കുടുംബത്തിനെ പോറ്റാനുള്ള അന്നപാനീയങ്ങളുടെ രീതികൾ മുഴുവനും നമ്മളൊക്കെ കൂലിപ്പണിക്ക് പോകുന്നവരാവാ, അല്ലെങ്കിൽ നാടൻ പണിക്ക് പോകുന്നവരായ ഏത് രീതിയിലേക്ക് പോയാലും നമുക്ക് പണിയില്ലാത്ത ദിവസങ്ങൾ, പട്ടിണിയില്ലാതെ പടച്ചോൻ നമ്മളെ കഴിച്ചിലാക്കുന്ന രീതി, നമുക്ക് ജോലി തന്നുകൊണ്ടോ സാമ്പത്തികമായ സഹായങ്ങൾ തന്നുകൊണ്ടോ വിചാരിക്കാത്ത മാർഗത്തിലൂടെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഭക്ഷണം അന്നം മുട്ടാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ദിക്ർ ചൊല്ലിയാൽ, ദിക്ർ പെരുപ്പിച്ചാൽ, ദിക്ർ വർദ്ധിപ്പിച്ചാൽ അതുകൊണ്ടുള്ള വലിയ നേട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നമാ യുവസ്സിഉ റിസ്ഖ, റിസ്ഖ് വിശാലമാക്കാൻ സാധിക്കുന്നതാണ്. ഭക്ഷണം വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. വൽ ഇഅറാദു അൻഹു യുഖല്ലിലുഹു, ദിക്റില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ ഒരാൾ ജീവിച്ചാൽ അവനക്ക് മാന്യമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ എത്തിക്കാൻ, അവൻ്റെ കുടുംബത്തിനെ പോറ്റാൻ ആവശ്യമായ അന്നം ലഭ്യമാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം, ഞാനിപ്പോൾ ദിക്റൊന്നും ചൊല്ലുന്നില്ലല്ലോ, എനിക്കെൻ്റെ കുടുംബത്തിനെ പോറ്റാൻ ആവശ്യമായ ജോലി എനിക്ക് കിട്ടുന്നുണ്ട്, ഞാൻ പൈസ സമ്പാദിക്കുന്നുണ്ട്, ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, കുടുംബത്തിന് നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തുകൊണ്ട് എൻ്റെ കുടുംബം വളരെ മനോഹരമായി ജീവിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, അള്ളാഹുവിൻ്റെ ബറക്കത്തുള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറഞ്ഞതാണെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഈ മദ്രസ മുഅല്ലിമീങ്ങളിലൊക്കെ പലരും വലിയ അത്ഭുതം കൂറിയ സംഭവങ്ങളുണ്ട്. വളരെ കുറഞ്ഞ തുച്ഛമായ സാലറി ഉണ്ടാവുള്ളൂ, പക്ഷേ ലക്ഷക്കണക്കിന് വലിയ പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വീടുകൾ 10, 13, 15 ലക്ഷങ്ങളൊക്കെ ആവശ്യമുള്ള വീടുകളൊക്കെ കടങ്ങൾ കൂടാതെ വളരെ ലളിതമായി വീട് കയറ്റുന്ന ആളുകൾ, അതല്ലെങ്കിൽ വലിയ വലിയ പദ്ധതികൾ, ലക്ഷങ്ങൾ ആവശ്യമുള്ള മക്കളെ കെട്ടിക്കുക, മറ്റു പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അത് നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ സഹായങ്ങൾ എങ്ങനെ ലഭ്യമായാലും അത് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും കടമില്ലാതെ ഒരു കാര്യം നടത്തുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു റാഹത്താണല്ലോ, വലിയൊരു സന്തോഷമാണല്ലോ. ഇങ്ങനെ ബറക്കത്തുള്ള മുതൽ എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിൻ്റെ ബറക്കത്തുള്ള മുതൽ എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്. നമ്മൾ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ജോലികളിലേക്ക് കയറിയാലും ബറക്കത്തില്ല എന്നുണ്ടെങ്കിൽ അത് വെറും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ള പൈസ മുഴുവനും ഹോസ്പിറ്റലിൽ കൊണ്ടേ കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ഉപകാരമില്ലാത്ത രീതിയിലേക്ക് ആ സമ്പത്ത് മാറും എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറയേണ്ടത്, നമുക്ക് കൂലിപ്പണി എടുത്തുകൊണ്ട് 500 രൂപ കിട്ടണമെന്നുണ്ടെങ്കിലും അത് ബർക്കത്തുള്ള പൈസ ആയിരിക്കണം. മറ്റവർക്ക് 1500 കിട്ടുന്നുണ്ടെങ്കിലും ആ 1500 ബർക്കത്തില്ലെങ്കിൽ അതിനേക്കാൾ വലുതാണ് ഒരു 100 രൂപ ബർക്കത്തുള്ള കിട്ടുക എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. മുമ്പ് ഞാൻ നീലഗിരി ഭാഗത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, വളരെ സാധുക്കളായ, അവിടെയൊക്കെ നമുക്കറിയാലോ, ഈ തേയിലത്തോട്ടം പണി നടത്തിയിട്ടൊക്കെയാണ് അവിടെ ജീവിക്കുക. വളരെ കുറഞ്ഞ സാലറി പൈസ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അതിൽ നിന്നൊരു 100 രൂപ മനസ്സംതൃപ്തിയോടെ നമുക്ക് കിട്ടിയാൽ ആ 100 രൂപയുടെ മഹത്വം, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ബറക്കത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് നടക്കും. നമ്മളൊന്നും വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ആ പൈസ കൊണ്ട് നടക്കും എന്നുള്ളത് അനുഭവിച്ചറിയുന്ന കാര്യമാണ്.
അപ്പോൾ നമുക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങൾ, നമ്മുടെ മുതൽ, നമ്മുടെ പൈസ എല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിയിലാവുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അത് തൃപ്തിയിലാവാൻ, ബറക്കത്തുള്ളതാവാനുള്ള മാർഗം നമ്മൾ ഈ പറഞ്ഞതുപോലെ നാവിനെ ദിക്റുകൾക്ക് ഉപയോഗപ്പെടുത്തുക. നമുക്കെന്താ പണി? നമ്മൾ പണിയെടുക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും നമ്മൾ ഏത് രീതിക്ക് പോവുകയാണെങ്കിലും നമ്മുടെ നാവിന് പണിയില്ലല്ലോ. നമുക്ക് ദിക്റുകൾ ചൊല്ലാം, മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാ നിലക്കും നമ്മൾ ഉപയോഗപ്പെടുത്തി ദിക്റുകളിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അഖിമിസ്സലാത ലിദിക്രി, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. എന്തിനു വേണ്ടി? ലിദിക്രി, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ കയറിക്കൂടാൻ. അള്ളാഹു നിങ്ങളുടെ ഉള്ളിലുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് രക്ഷയാണ്. അള്ളാഹുവില്ലാത്ത കൽബകങ്ങൾ വെറും വേസ്റ്റായിട്ട് മാറുന്നതാണ്. അള്ളാഹു നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് നമ്മൾ അമല് ചെയ്യുമ്പോഴും അള്ളാഹു നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഇല്ലാതെ അമല് ചെയ്യുമ്പോഴും അതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ കുടിയിരുത്താതെ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു പ്രയോജനവുമില്ല. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ അമലുകൾ കബൂലാക്കണോ? ഹൃദയങ്ങളിൽ അള്ളാഹു വേണം. ഹൃദയങ്ങളിൽ അല്ലാഹു ഇല്ലെങ്കിൽ അത് നമുക്ക് വെറും നഷ്ടങ്ങൾ മാത്രമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു തന്നെ പറയുന്നില്ലേ, നമ്മൾ എന്തെല്ലാം ടെൻഷൻസ് ആണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, മനോവിഷമങ്ങൾ നമുക്കില്ലേ, നമ്മുടെ മക്കളെ കാര്യത്തിൽ നമുക്ക് ബേജാറില്ലേ, നമ്മുടെ നാടിൻ്റെ വളരെ അപകടകരമായ സാഹചര്യങ്ങളിൽ നമുക്ക് വിഷമങ്ങൾ വരാറില്ലേ, നമ്മുടെ നാട്ടുകാരിൽ കാണുന്ന വളരെ മലീമസമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വിഷമം തോന്നാറില്ലേ, ഈമാനികമായൊരു ജീവിതം കിട്ടണമെന്ന് നമ്മൾ താല്പര്യപ്പെടാറില്ലേ? എന്നാൽ ഇത്തരം വിഷമങ്ങൾ മാറാൻ, എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ, എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിഞ്ഞു മാറാൻ, നമുക്കൊരു മനസ്സിനൊരു തുമഅനീനത്ത് കിട്ടാൻ, ആശ്വാസം ലഭ്യമാകാൻ അള്ളാഹു തന്നെ പറയുന്നത് എന്താ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ഓർമ്മയിലൂടെ തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം കിട്ടും, നിങ്ങളുടെ ഹൃദയങ്ങൾക്കൊരു അടക്കം കിട്ടും. അതിങ്ങനെ വിഷമിച്ച് ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിഷമങ്ങൾ ഉണ്ടാകാം, സമ്പാദ്യങ്ങളില്ലാത്തതിൻ്റെ പേരിൽ വിഷമങ്ങൾ ഉണ്ടാകാം, മക്കൾ വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ കാര്യത്തിൽ വിഷമങ്ങൾ ഉണ്ടാകാം, പ്രവാസ ലോകത്തുള്ള പ്രയാസങ്ങൾ കൊണ്ട് വിഷമങ്ങൾ ഉണ്ടാകാം, ജീവിതത്തിൽ വളരെ രോഗങ്ങൾ കൊണ്ട് നമ്മൾ വിഷമിക്കുന്നുണ്ടാവാ, വേദനകൾ ഉണ്ടാവാ, പല പല വിഷമങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷമങ്ങൾക്കൊക്കെ പരിഹാരം അള്ളാഹു തന്നെ പറഞ്ഞു തരികയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ വിശാലമായ ലോകങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചു പോയാൽ അത് വലിയ അത്ഭുതകരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ സുനിത വില്യംസ് ബഹിരാകാശത്ത് യാത്ര ചെയ്ത് തിരിച്ചു വന്നല്ലോ. ആ സംഭവങ്ങൾ നിങ്ങൾ പത്രത്തിലൂടെ വായിച്ചറിയോ എന്നറിയില്ല. വിശുദ്ധമായ ഖുർആനിൻ്റെ വചനങ്ങൾ എടുത്തു നോക്കിയാൽ കറക്റ്റായിട്ട് നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ സംഭവിക്കുന്ന 2025 കണ്ടുപിടിക്കുന്ന ബഹിരാകാശ നിലയങ്ങളിലുള്ള പുതിയ വിവരങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഖുർആൻ എന്നിറങ്ങിയിട്ടുണ്ട്. ഖുർആനിലെ ഓരോ വചനങ്ങളും എടുത്തു നോക്കിയാൽ ബഹിരാകാശ സഞ്ചാരങ്ങളെക്കുറിച്ചും ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും അവിടെയുള്ള ഗാലക്സികളെക്കുറിച്ചും അവിടെയുള്ള ജനവാസ കേന്ദ്രങ്ങളെക്കുറിച്ചും അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഓക്സിജനെക്കുറിച്ചും എന്തെല്ലാം രീതിയിലുള്ള പഠനങ്ങളാണ് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇവരുടെ യാത്രകൾ എങ്ങനെയായിരുന്നു. നമ്മൾ കണ്ടില്ലേ, സോഷ്യൽ മീഡിയകളിലൊക്കെ കറക്റ്റ് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി. ഭക്ഷണം പോലും കഴിക്കാൻ നമുക്ക് അവിടെ കൊണ്ടുപോകാൻ കഴിയില്ല. അവർ ചെറിയ ക്യാപ്സൂളുകളിൽ നല്ല വിറ്റാമിൻസ് അടങ്ങിയ ക്യാപ്സൂളുകൾ കൊണ്ടുപോയിട്ട് അവരുടെ വിസർജ്യങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള നിലക്ക് തന്നെ നമ്മുടെ ഈ ഗ്രാവിറ്റേഷൻ പവർ നമുക്കവിടെ ഇല്ലല്ലോ. ഭൂഗുരുത്വാകർഷണ ബലം എന്ന സംഗതി അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകാനോ മറ്റു സംഗതികൾക്കൊന്നും നമുക്കവിടെ ചിലപ്പോൾ ഒരു പക്ഷേ വളരെ മാന്യമായ രീതിയിൽ സാധ്യമായി കൊള്ളണമെന്നില്ല. അവിടെ ഇങ്ങനെ ഭൂഗുരുത്വാകർഷണ ബലമില്ലാതെ വെള്ളം കുടിക്കുമ്പോൾ കറക്റ്റ് നമ്മൾ ഇവിടുന്ന് ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല, കഴിയൂല. അത് അങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പകരം അവർ കൊണ്ടുപോയത് ഇതുപോലെയുള്ള വേസ്റ്റേജുകൾ വരാത്ത രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നു. ഇങ്ങനെ അവിടെയുള്ള പഠനങ്ങൾ നടത്തിയിട്ട് വളരെ വിശാലമായ ആകാശ ലോകങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ വിവരങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് നമ്മൾ ഖുർആനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ബന്ധിക്കുമ്പോൾ എന്നോ ഖുർആനിൽ പറഞ്ഞു വെച്ച സംഭവങ്ങൾ ആധുനിക ശാസ്ത്രം സമയത്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വളരെ മഹത്തായ സംഗതികൾ അള്ളാഹുവിൻ്റെ വിശാലമായ ലോകം നമ്മൾ തുറന്നു നോക്കണം. നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ മതി അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒരു കണ്ണ് പോയാൽ നമുക്ക് പകരം ഒരു കണ്ണ് വെച്ചേക്കാം. പക്ഷേ കണ്ണ് എന്ന ഈ ഒരു ചെറിയ കണ്ണിന് പകരം ഈ കണ്ണിൽ കാഴ്ച ശക്തി എന്ന് പറഞ്ഞ സാധനം ഏത് ഹോസ്പിറ്റലിൽ പോയാലാണ് നമുക്ക് കിട്ടുക? ഏത് കണ്ണാശുപത്രിയിൽ പോയാലാണ് നമുക്ക് കിട്ടുക?
കാഴ്ചശക്തി നീ തന്നാൽ തന്നെ അത് ഇത്ര വാലിഡിറ്റിയോടുകൂടെ, ഇത്ര ഡിമാൻഡോടുകൂടെ, എത്ര വർഷം ഇന്ന രീതിയിൽ കണ്ണടക്കെ വെച്ചിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ ഖാലിഖായ അള്ളാഹു ജന്മനാ നമുക്കൊരു പൈസ പോലും കെട്ടേണ്ട ആവശ്യമില്ലാത്ത വിധം നമ്മുടെ കണ്ണുകൾ തുറന്ന് യഥാവിധി ഈ കണ്ണിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് നോക്കിയാൽ മതി. കാറിൻ്റെ ഗ്ലാസിൻ്റെ പുറത്ത് പൊടി പടർന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വൈപ്പർ നേരെ ഓണാക്കൂല. വൈപ്പർ ഓണാക്കണതിൻ്റെ മുമ്പ് ആ ഒരു വെള്ളം ഒന്നും ഫ്ലഷ് ചെയ്തിട്ട് പിന്നെ ആയിരിക്കും വൈപ്പർ ഓണാക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ പൊടിപടലങ്ങൾ കറക്റ്റ് ക്ലീനായി അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ വൈപ്പർ ഓണാക്കി കഴിഞ്ഞാലോ അത് ഗ്ലാസ്സിൽ ഒരുപാട് സ്ക്രാച്ചുകൾ വരുത്തും, സംഗതികളൊക്കെ ഉണ്ടാകും. അങ്ങനെ ആകുമ്പോൾ ആ ഗ്ലാസ്സിനത് തകരാറ് വരികയാണ്. അപ്പോൾ ഒരു വെള്ളം തെളിച്ചുകൊണ്ട് വൈപ്പർ ഓണാക്കി കഴിഞ്ഞാൽ ക്ലീനായി മാറുകയാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ വീട്ടിലുള്ള അകം തുടക്കുന്ന സഹോദരിമാർ നിങ്ങളുടെ തുടക്കുന്ന വൈപ്പർ എടുത്തുകൊണ്ട് നിങ്ങൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ, വെള്ളം നനക്കാതെ തുടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചളി കണ്ട് പിടിച്ച് കിട്ടൂല. എന്നാൽ ഖാലിഖായ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിച്ച ഈ കണ്ണ് എന്ന് പറയുന്ന ഈ സംവിധാനം നമ്മൾ വല്ലാത്തൊരു അത്ഭുതമായിട്ട് കാണണം. ഇത് കണ്ടിട്ടില്ലേ? നമ്മൾ വൈപ്പർ ഓണാക്കുന്നത് പോലെയല്ലല്ലോ, ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കണ്ണിങ്ങനെ ചിമ്മുന്നു അടയുന്നു, ചിമ്മുന്നു അടയുന്നു. ഇതിൽ തന്നെ വെള്ളം ആവശ്യമായി വരുമ്പോൾ കണ്ണ് നിങ്ങൾ തുറന്നു നോക്കിയിട്ടില്ലേ? ചെറിയ ജലാംശങ്ങൾ എപ്പോഴും നമ്മുടെ കണ്ണിൽ കാണാൻ കഴിയും. ഇതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോഴും അടക്കുമ്പോഴും എപ്പോഴും ഒരു പൊടിപടലങ്ങളും ഇല്ലാതെ നമ്മൾ എത്ര യാത്ര ചെയ്യുന്നവരാ? ഏതെല്ലാം വാഹനങ്ങൾ പോകുമ്പോൾ പൊടി ഒന്നായിട്ട് ശരീരത്തിലേക്ക് പകർന്നാലും മുഖത്ത് ചളിപടലങ്ങൾ പിടിച്ചേക്കാം, ശരീരത്തിലും ഡ്രസ്സിലൊക്കെ ചളിയായേക്കാം. പക്ഷേ കണ്ണിന് തകരാറ് വരാറില്ലല്ലോ. കണ്ണിലുള്ള ആ ഒരു വേസ്റ്റേജുകൾ കണ്ണിൻ്റെ രണ്ട് ഭാഗത്തേക്കും വന്നുകൊണ്ട് നമുക്കത് വൃത്തിയാക്കാൻ കഴിയുന്നു. ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലൂടെ അള്ളാഹു നമ്മുടെ കണ്ണിനെ പടച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഓരോ അവയവങ്ങളും. ഓരോ അവയവങ്ങളിലും അത്ഭുതങ്ങളുണ്ട്. ഈ അത്ഭുതങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്തായ ഖുദ്റത്ത് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹുവിനെ നമ്മുടെ ഹൃദയത്തിൽ ഓർക്കുക. വെറുതെ സുബ്ഹാനല്ലാഹ് 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 എന്ന് ചൊല്ലുന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, യജമാനനായ അള്ളാഹു എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, ഒരു അസുഖം തന്നിട്ടില്ല. ഇനി അസുഖം തന്നിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ അസുഖങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു ചങ്ങായിനെ കണ്ടത്. പാവം നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്, അസുഖം ബാധിച്ച് കിടക്കുകയാണ്. ഗ്ലൂക്കോസ് കൊണ്ട് മാത്രം കുത്തി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയില്ല. ഈ ഒരു വിറ്റാമിനുള്ള ഗ്ലൂക്കോസിൻ്റെ ഇത് കയറ്റി അങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കുക. എത്ര കാലമായി ഇങ്ങനെ ജീവിക്കുന്നത്? ശ്വാസങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് പ്രയാസത്തോടു കൂടെ ജീവിക്കുന്ന എത്ര ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നത്? ഒന്നുമില്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി തന്നെ കഴിഞ്ഞാൽ തന്നെ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ നമ്മൾ പറയണം അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഉള്ളറിഞ്ഞ് അൽഹംദുലില്ലാ പറയണം. എന്തുകൊണ്ട്? അള്ളാഹു എനിക്ക് ഇങ്ങനത്തെ പ്രയാസമൊന്നും തന്നില്ലല്ലോ, അൽഹംദുലില്ലാ. ഈ നമുക്കൊരു നല്ലൊരു അനുഗ്രഹങ്ങൾ എന്തെങ്കിലും വന്നു, അവിടെയും അൽഹംദുലില്ലാ മാഷാ അല്ലാ. ഇങ്ങനെയുള്ള നല്ല വചനങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പറയുന്നതും ഓർക്കാതെ പറയുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അപ്പം അള്ളാഹു കൽബിലുണ്ടോ? കൽബിലുള്ള അള്ളാഹുവിനെ നമ്മൾ കുടിയിരുത്തിക്കൊണ്ട് ചൊല്ലുമ്പോൾ അത് അള്ളാഹുവിന് ഇഷ്ടമായിരിക്കും. ആ തരത്തിൽ നമുക്ക് ദിക്ർ ചൊല്ലണം. അതാണ് പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ കയറിക്കൊണ്ട്, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിനെ കുടിയിരുത്തിക്കൊണ്ട് നിങ്ങൾ ദിക്ർ ചൊല്ലുന്നുണ്ടോ? ആ ദിക്റുകൾ കൊണ്ട് നിങ്ങൾ തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക്, നിങ്ങളുടെ കൽബുകൾക്ക് ആശ്വാസം ലഭ്യമാകുന്നതാണ്, സമാധാനം ലഭ്യമാകുന്നതാണ്. ഇങ്ങനെ കൽബിൽ അള്ളാഹുവില്ലേ, എന്നാൽ അള്ളാഹുവില്ലാത്ത കൽബോടുകൂടെ ചെയ്യുന്ന അമലുകൾ അത് അള്ളാഹുവിനാവശ്യമില്ല. അത് അള്ളാഹുവിനാവശ്യമില്ലാത്ത വിധം നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇങ്ങനെ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ലിസാനുൻ ദാക്കിർ, ദിക്ർ ചൊല്ലുന്ന നാവുമായി കൊണ്ട് നമ്മൾ നടന്നാൽ രണ്ട് ലോകത്തും നമുക്ക് വിജയം വരിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് വഖൽബുൻ ശാകിർ, ശുക്ർ ചെയ്യുന്ന കൽബ് നമുക്കുണ്ടോ? ശുക്ർ ചെയ്യുന്ന കൽബ് നമുക്കുണ്ടെങ്കിൽ അവിടെ നമുക്ക് അള്ളാഹു നൽകുന്ന രണ്ട് ലോകത്തെ വിജയവും നമുക്ക് നേടാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കുൻ ശാകിറാ, നീ ശുക്ർ ചെയ്യുന്നവനാകണേ, നീ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവനാകണേ. ഫാത്തിഹ സൂറത്തിലൂടെ ഒന്നാമത്തെ വചനം തന്നെ നമ്മൾ പറയുന്നതെന്താ, ഓതുന്നതെന്താ? ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് ഹംദ്, സ്തുതി, നന്ദി നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? പ്രപഞ്ചം അള്ളാഹു പടച്ച വലിയൊരു അത്ഭുതമല്ലേ? നിങ്ങൾ ചിന്തിച്ചിരിക്കണോ? പുറത്ത് കാണുന്ന ഇലകൾ, മരങ്ങൾ എല്ലാം ഒരു ജീവനുകളാണല്ലോ. നമ്മളെപ്പോലെ തന്നെയാണ് ഇലകൾ. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒരു ചെടി വളരുമ്പോൾ നമ്മളൊരു ചെറിയ ചെടിയുടെ വിത്ത് മണ്ണിൻ്റെ താഴേക്ക് കുഴിച്ചിടുന്നു.
ആ വിത്ത് വളർന്നുകൊണ്ട് ചെടികൾ ഇലകൾ വരുന്നു. ഇലകൾ വലുതായി നല്ല തളിർത്ത് സുന്ദരമായ ഒരു ഇളം പച്ച കളറിൽ അതിൻ്റെ ഇലകൾ വരുന്നു. ഇലകൾ വലുതായി 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 അതൊരു ഡാർക്ക് കളറിലേക്ക് വരുന്നു. അത് പിന്നെ എങ്ങനെ വലുതായി വലുതായി മൂത്ത് അതിൽ പഴങ്ങൾ വരുന്നു, അല്ലെങ്കിൽ പൂക്കൾ വരുന്നു. പൂവൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ലേ, റോസാ പൂവൊക്കെ എടുത്ത് നോക്കിയാൽ എന്തൊരു വാസനയാണ്. പൂവ് നമുക്ക് ഉണ്ടാക്കാമാണെങ്കിൽ കൃത്രിമമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ വാസന ഇവിടുന്ന് കൊടുക്കാനാ? നമ്മൾ സ്പ്രേ അടിച്ച് വാസന കൊടുത്തു എന്നാൽ തന്നെ എത്ര അത് നിൽക്കുക? ഇത് ഓരോ പ്രഭാതങ്ങളിലും പുലരുന്ന വിടർന്നു വരുന്ന നല്ല കുസുമങ്ങൾ, ആ ഒരു ഇതളുകൾ എടുത്ത് വാസനിച്ച് നോക്കിയാൽ ലഭ്യമാകുന്ന അള്ളാഹുവിൻ്റെ കുതിരത്ത് അതിൻ്റെ പിന്നിലും നമുക്ക് കാണാൻ കഴിയും. എത്ര വലിയ അത്ഭുതങ്ങളാണ്! ഇങ്ങനെ അള്ളാഹു നമുക്ക് നൽകുന്ന വളരെ വളരെ വിശാലമായ സംഗതികൾ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് തന്നെ. ഇവിടെ ഓരോ മനുഷ്യനെയും എന്നെ പരിപാലിക്കുന്നവനെ പോലെ തന്നെ ഈ നാട്ടിലുള്ള നിങ്ങളെയും അള്ളാഹു പരിപാലിക്കുന്നുണ്ട്, പുറത്തുള്ള അമുസ്ലിമീങ്ങളെയും അള്ളാഹു പരിപാലിക്കുന്നുണ്ട്, ലോക ജനങ്ങളെ മുഴുവനും അള്ളാഹു പരിപാലിക്കുന്നുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും അള്ളാഹു അവർക്ക് നൽകുന്നുമുണ്ട്. ഈമാനികമായ ശക്തിയും അള്ളാഹു നൽകുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രയാസങ്ങളായിരിക്കും വരിക. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ പ്രപഞ്ചത്തിലെ മനുഷ്യന്മാർക്കപ്പുറത്തേക്ക് പ്രപഞ്ചത്തിലുള്ള ജീവികൾ, ഇഴജന്തുക്കൾ, പറവകൾ, എന്തെല്ലാം ജീവികളുണ്ട്. ചെറിയ ചെറിയ കുരുവികൾ കണ്ടിട്ടില്ലേ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നേരെ തല ഉയർത്തി മേലോട്ട് നോക്കുന്നത് കാണാം. അതെന്താണ്? അതിൻ്റെ രഹസ്യങ്ങൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് അള്ളാഹുവിന് ഇത് തന്ന പടച്ച റബ്ബിന് നന്ദി ചെയ്യുകയാണ്, ശുക്ർ ചെയ്യുകയാണ്. നമ്മളൊക്കെ ഒരു കൈ വണക്കത്തോടു കൂടെയൊക്കെ അല്ലേ പൊതുവെ നന്ദിയുടെ അർപ്പണങ്ങളൊക്കെ നടത്താറുള്ളത്. ഇവിടെ അതേ ഒരു രീതിയിൽ ഖാലിഖായ അള്ളാഹുവിനെ മാനത്തേക്ക് നോക്കിക്കൊണ്ട് ശുക്ർ ചെയ്യുന്ന രീതിയാണ് പക്ഷിപറവാദികൾ പോലും ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കണം ഈ കാര്യത്തിലൊക്കെ. അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ എത്രമാത്രമുണ്ടെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് കുൻ ശാകിറാ, ശുക്ർ ചെയ്യുന്നവനായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുകയാണെങ്കിൽ എത്ര വലിയ അനുഗ്രഹങ്ങളായിരിക്കും നമുക്കതുകൊണ്ട് ലഭ്യമാവുക. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാറുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ പറയുമായിരുന്നു അൽഹംദുലില്ലാഹ്. എന്തിനാ അൽഹംദുലില്ലാഹ് അവിടെ പറയേണ്ട ആവശ്യം? ഞാൻ നേരെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ നേരെ ലെവലിലായി കഴിഞ്ഞല്ലോ, എനിക്ക് ഇരിക്കാനുള്ള ശക്തി തന്നല്ലോ, എനിക്ക് നടക്കാനുള്ള ശക്തി തന്നല്ലോ, വിശ്രമിക്കാനുള്ള അവസരം തന്നല്ലോ. എല്ലാം അള്ളാഹുവിനല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളൊന്നും അളക്കി നോക്കൂ, എത്ര കണുപ്പുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഓരോ ആ വിരലിൽ തന്നെ എത്ര കണുപ്പുകളാണ്. ഇതൊന്ന് അനക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അള്ളാഹു വിചാരിച്ചാലല്ലാതെ നമുക്ക് കഴിയുമോ? ഒരു ശരീരം തളർന്നു പോയ ആളെ സംബന്ധിച്ചിടത്തോളം ഏത് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ട് എത്ര ഒഴിച്ചിലുകൾ നടത്തിയാലും അവൻക്കതിന് പൂർണ്ണമായ ജീവൻ കൊടുത്തുകൊണ്ട് സ്വന്തമായി ഇളകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് കഴിവ് അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു വിചാരിച്ചാൽ മാത്രം നൽകുന്ന ഇത്തരം വലിയ അത്ഭുതകരമായ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ട് ഹംദ് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യം നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കത് അനുഭവിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ മഹാന്മാരൊക്കെ അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ എപ്പോഴും ഹംദ് പറയുന്ന, ശുക്ർ പറയുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ശുക്ർ ചെയ്താലുള്ള മെച്ചം? ശുക്ർ ചെയ്തതുകൊണ്ട്, അള്ളാഹുവിന് നന്ദി ചെയ്തതുകൊണ്ടുള്ള നേട്ടം എന്താ? ഒരുപാട് നേട്ടങ്ങൾ പറയുന്നുണ്ട്. ഹംദ് കൂടുതൽ ചൊല്ലുന്ന ആളുകൾക്ക്, ശുക്ർ കൂടുതൽ ചെയ്യുന്ന ആളുകൾക്ക് മഹാന്മാർ പഠിപ്പിക്കുകയാണ്, നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് മലക്കുകൾ പ്രത്യേകമായൊരു കിരീടം അവർക്ക് വേണ്ടി തന്നെ തയ്യാറാക്കപ്പെടും എന്നുള്ളതാണ്. അള്ളാഹുവിന് ഹംദ് ചെയ്യുന്നവർക്ക്, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവർക്ക് പ്രത്യേകമായ ആഭരണങ്ങൾ കൊണ്ട് അണിയിക്കപ്പെട്ട ഒരു കിരീടം അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല അൽഹംദുലില്ലാഹ് എന്നുള്ളതിൽ 8 ഹർഫുകളാണുള്ളത്. ഈ 8 ഹർഫുകൾ പ്രതിനിധീകരിക്കുന്നത് സ്വർഗത്തിലെ 8 കവാടങ്ങളെയാണെന്നാണ്. ഹംദ് കൂടുതൽ പെരുപ്പിക്കുന്നവർക്ക് ആ 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്നുള്ളതാണ്. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഹംദ് ചൊല്ലുക. ഒരു വാഹനം എടുത്ത് ഓട്ടി, ഒരു ബൈക്ക് എടുത്തുകൊണ്ട് നമുക്ക് മഞ്ചേരിയിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് തിരിച്ചു വന്നാൽ അൽഹംദുലില്ലാഹ് ഒരു അപകടത്തിലും പെട്ടില്ലല്ലോ, എവിടെ ഒരു കുഴിയിൽ പെട്ട് നമ്മൾ മറിഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളെ തട്ടിയില്ല, ഒരു പ്രയാസവും വന്നില്ല. കാരണം നമ്മൾ വാഹനത്തിലേക്ക് കയറുമ്പോൾ ഓരോ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. ഈ ദിക്ർ ചൊല്ലുമ്പോൾ നമുക്ക് ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി തന്നവൻ അള്ളാഹുവാണ്. നമുക്കതിൻ്റെ ബ്രേക്ക് പിടിക്കാൻ അറിയാം, ആക്സിലേറ്റർ കൂട്ടാൻ അറിയാം, ഓണടിക്കാൻ അറിയാം, ക്ലച്ച് പിടിക്കാൻ അറിയാം, എല്ലാം നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ നമുക്കറിയുമെന്നുണ്ടെങ്കിൽ പോലും, നമ്മളൊരു ഡ്രൈവർ സീറ്റിലിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. എത്ര ഡ്രൈവർ വളയങ്ങൾ പിടിച്ചവർ അപകടത്തിൽപ്പെട്ടു പോകുന്നുണ്ട്.
അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അപകടങ്ങൾ വലുതായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പറയണം അൽഹംദുലില്ലാ. എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും, ഇനി ഒന്നുമില്ലെങ്കിലും നമ്മുടെ സ്വന്തം ശരീരത്തെ മാത്രം എടുത്ത് ചിന്തിച്ചു മനസ്സിലാക്കി നോക്കിയാൽ എത്ര ഹംദ് പറയണം നമ്മൾ. നമുക്കൊരു ശ്വാസം വലിക്കാൻ, ശ്വാസം വിടാൻ എത്ര പ്രയാസമുണ്ടായിരിക്കും. ശ്വാസം മുട്ടുള്ള ആളുകളോട് ചോദിച്ചാലും മതി അതിൻ്റെ പ്രയാസം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ. നമ്മളൊന്നും അറിയുക പോലും ചെയ്യുന്നില്ല, ബ്രീത്ത് അങ്ങനെ ഉള്ളിലേക്ക് വലിക്കുന്നു, പുറത്തേക്ക് ഔട്ട് ചെയ്യുന്നു. ഈ ഒരു രീതി നമ്മൾ പോലും അറിയാത്ത രീതിയിൽ എത്ര വലിയ അനുഗ്രഹങ്ങളാണ്. ഇതൊന്നും നമ്മൾ എവിടെയെങ്കിലും പോയി വരി നിന്ന് വാങ്ങിയതല്ലല്ലോ, ഏതെങ്കിലും റേഷൻ കടയിലോ മറ്റു സംഗതികളിലോ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയതുമല്ല. അള്ളാഹുവായ ഖാലിഖ്, ജന്മന അള്ളാഹു നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ വളരുമ്പോൾ നമുക്ക് നൽകിയ വല്ലാത്തൊരു കഴിവാണിത്. ഇങ്ങനെ ഓരോ കഴിവുകളും എടുത്തു നോക്കിയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു പോകണം അൽഹംദുലില്ലാ. ഹൃദയം തൊട്ട് നമ്മൾ പറയണം അൽഹംദുലില്ലാ. ഇങ്ങനെ ഹംദുകൾ പെരുപ്പിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനക്ക് പ്രത്യേകമായ സ്വർഗവാതിലിലൂടെയുള്ള പ്രവേശനങ്ങൾ നൽകുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹംദുകൾ ഉരുവിടുമ്പോൾ അത് ഹൃദയങ്ങളിൽ നിന്ന് വരണമെന്നുള്ളതാണ്. ഈ ഹൃദയങ്ങളിൽ നിന്ന് വരുമ്പോൾ അതിന് വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകപ്പെടുകയാണ്. നാം മനസ്സിലാക്കണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്, സബഖ ദിർഹമുൻ അലാ അൽഫി ദിർഹം. ഒരു ദിർഹം നിങ്ങൾ സംഭാവന ചെയ്തു കഴിഞ്ഞാൽ അത് 1000 ദിർഹമുകളേക്കാൾ പവിത്രതയുള്ളതാണ്, പുണ്യമാക്കപ്പെട്ടതാണ്. ഒരു നാണയമാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നത്, ഒരു 10 രൂപേൻ്റെ നാണയം, ഒരു 5 രൂപേൻ്റെ നാണയമാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് 1000 നാണയങ്ങളെക്കാൾ വലിയ പ്രതിഫലം കിട്ടും. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താ കാര്യം? അത് ഉള്ളിൽ തട്ടിയിട്ടുള്ളതായിരിക്കണം. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ബക്കറ്റ് ഇങ്ങനെ പിരിവിനിങ്ങനെ വരുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇപ്പോൾ കൊടുക്കാതൊക്കെ ഒന്ന് കിലുങ്ങാൻ വേണ്ടി 4-5 ചില്ലറ പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇവൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു താല്പര്യത്തിൽ ജനങ്ങളും ഓനായി കിട്ടുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് ആരും അറിയാത്ത വിധം അല്പം ക്യാഷ് സ്വതക്കയായിട്ട് സ്വകാര്യമായിട്ട് കൊടുക്കുക, അതിനപ്പുറം ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുക. ഒരാൾക്കുള്ള വരുമാനം രാവിലെ പണിക്ക് പോയാൽ 800 റുപ്യാണ് കിട്ടുക, 1000 റുപ്യാണ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ആ 1000 റുപ്യയിൽ മിക്കവാറും ഒരു 900 റുപ്യ അവൻ്റെ വീട്ടിലെ ചിലവുകൾക്കും മറ്റു ആവശ്യങ്ങൾക്കും ഉണ്ടാകും. പിന്നെ 100 രൂപയുള്ളത് അതൊരു ആശ്വാസത്തിനും വേണ്ടി എപ്പോഴെങ്കിലും വല്ല കാലിച്ചായ കുടിക്കണമെന്നുണ്ട് ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ 100 രൂപ അവൻ്റെ കയ്യിൽ പിടിക്കുന്നു. പക്ഷേ ആ സമയത്ത് വല്ല പാവപ്പെട്ടവരും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വല്ല സഹായ ഹസ്തവുമായി കൊണ്ട് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. ഒരുപാട് സമ്പാദ്യങ്ങൾ അലമാരയിൽ കൂട്ടിവെച്ചിട്ട് 500 റുപ്യേൻ്റെ നോട്ടെടുത്ത് കൊടുത്തോണ്ട് കാര്യമില്ലായല്ല. പക്ഷേ അതിനേക്കാൾ സബഖ ദിർഹമുൻ അലാ അൽഫി ദിർഹം എന്ന മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത്, നമുക്ക് സമ്പത്തില്ലാത്ത സന്ദർഭത്തിൽ ഉള്ളതിൽ വെച്ചുകൊണ്ട് ചെറിയ ചെറിയത് സംഭാവന കൊടുത്തു കഴിഞ്ഞാലും വലിയ പ്രതിഫലങ്ങളാണ്. വലുതെന്ന് മാത്രമല്ല 1000-ലേറെ ദിർഹം നമുക്ക് പ്രതിഫലം ലഭ്യമാക്കിയതിൻ്റെ കൂലിയാണ് അതിൽ നിന്നൊക്കെ കിട്ടുക. എന്നിട്ട് പറയുകയാണ്, 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? 3 ചവിട്ടടികളെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 3 ചവിട്ടടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ചവിട്ടടികൾക്ക് ഉംറ ചെയ്തതിൻ്റെ തുല്യമായ കൂലിയാണ് കിട്ടുക. നമ്മൾ ഒരുപാട് ആയിരങ്ങൾ മുടക്കി ഉംറക്ക് പോവാറില്ലേ? യാത്രാക്ഷീണങ്ങളും മറ്റുമെല്ലാം സഹിച്ച് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുളിരണിഞ്ഞ മദീനയിൽ ചെന്നുകൊണ്ട് നമ്മൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലി സലാം പറഞ്ഞുകൊണ്ട് അവിടെ ഉംറ നിർവഹിച്ചു പോരാറുണ്ടല്ലോ. ആ ഉംറയുടെ പ്രതിഫലം നമുക്കിവിടെ ലഭ്യമാകാൻ 3 തരം ചവിട്ടടികളെ കുറിച്ച് മുത്തുനബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തെ ചവിട്ടടിയെ കുറിച്ച് പറയുന്നു, ഒരാൾ പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിന് നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ കുതിബ ലഹു സവാബു ഉംറത്തിൻ മഖ്ബൂല, സ്വീകാര്യയോഗ്യമായ ഒരു ഉംറയുടെ പ്രതിഫലം പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിന് നടന്നു പോകുന്നവർക്ക് ലഭ്യമാകുന്നതാണ്. ജമാഅത്തിന് നമ്മൾ നടന്നു വരുമ്പോൾ അവിടെയും നമ്മൾ ചിന്തിക്കണം, നടന്നു വരിക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ അതിലുള്ള നീയത്ത് നന്നാക്കി കൊണ്ടായിരിക്കണം പോവേണ്ടത്. എനിക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടണം. ജമാഅത്തിൻ്റെ കൂലി എന്താ? ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ആ ഒറ്റക്ക് നിസ്കരിക്കുന്നത് പോലെയുള്ള 27 വട്ടം നിസ്കരിച്ചതിൻ്റെ കൂലിയാണ് ഒരൊറ്റ നിസ്കാരത്തിന് അവർക്ക് ലഭ്യമാകാൻ പോകുന്നത്. ആ ഒരു ആത്മാർത്ഥമായ താല്പര്യത്തോടുകൂടെ ഇവൻ ജമാഅത്തിന് നടന്നു വരുന്നുണ്ടോ, ആ നടത്തത്തിന്, ആ ചവിട്ടടികൾക്ക് ഉംറത്തും മഖ്ബൂലയുടെ പ്രതിഫലമാണ് നൽകുന്നത്. സ്വീകാര്യയോഗ്യമായ ഒരു ഉംറയുടെ പ്രതിഫലമാണ് നൽകുന്നത്. എന്നാൽ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്,
മുത്തുനബിയേ, ഞങ്ങൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തു വന്നാൽ ഇതിൻ്റെ കൂലി കിട്ടുമോ? ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ വാഹനം ഒട്ടകമാണ്, നമ്മുടെ വാഹനം ബൈക്കാണ്, കാറാണ്. എന്തായാലും വാഹനപ്പുറത്ത് കയറി പോയാൽ ഈ പ്രതിഫലം ലഭ്യമാകുമോ നബിയേ എന്നവിടുന്ന് സ്വഹാബത്ത് മുത്തുനബിയോട് ചോദിക്കുമ്പോൾ മുത്ത് റസൂലുള്ളാഹി ഒന്നും മിണ്ടാതിരിക്കുകയാണ്, മൗനം പാലിക്കുകയാണ്, മറുപടി കൊടുത്തില്ല. വാഹനപ്പുറത്ത് കയറിയാൽ പ്രതിഫലം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ മുണ്ടാതിരുന്നു. രണ്ടാമട്ടും ചോദിച്ചു, മുത്തുനബിയെ ഞങ്ങൾ ഒട്ടകപ്പുറത്ത് പോട്ടെ, ജമാഅത്തിന് പോയാൽ കൂലി കിട്ടുമോ? അവിടെയും ഒന്ന് മൗനം പാലിച്ച് മൂന്നാമത്തെ തവണ ചോദിച്ചപ്പോഴാണ് മുത്തുനബി തങ്ങളൊന്ന് സമ്മതിച്ചു കൊടുത്തത്. ഓക്കെ, അങ്ങനെ പോയാലും കിട്ടുമെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, എല്ലാം കൊണ്ടും സാധ്യമായിട്ടും പള്ളിയുടെ നേരെ മുമ്പിലാണ് വീട്, അവിടുന്ന് വാഹനം എടുത്ത് കയറി പോരാ. അങ്ങനെ ലളിതമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നടന്നു പോരാതെ അവിടെയൊക്കെ വാഹനം കയറി പോന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കഴിയണം. അപ്പോൾ മുത്തുനബി തങ്ങൾ സമ്മതിച്ചു എങ്കിലും അവിടെ ഈ വിഷയം നമ്മൾ പൂർണ്ണ ഗൗരവത്തോടു കൂടെ കാണണം. എന്ന് മാത്രമല്ല, പൂർണ്ണമായും നടന്നു വരുന്നവർക്ക് ഓരോ ചവിട്ടടികൾക്കും പ്രതിഫലം ലഭ്യമാവൂലേ? അപ്പോൾ അവർക്ക് എന്തായാലും പ്രതിഫലം കൂടുകയും ചെയ്യും. അതുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ചവിട്ടടികളുടെ ഓരോ നിയത്തുകളും നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി പള്ളിയിലേക്ക് വരുമ്പോൾ ഇതിന് ഉംറയുടെ കൂലി ലഭ്യമാകുമെന്ന് പഠിപ്പിച്ച മുത്ത് റസൂലിൻ്റെ വചനങ്ങൾ അടിവരയിട്ടുകൊണ്ടാണ് ഞാനിത് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ചും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ മരണപ്പെട്ട വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ, മരണപ്പെട്ട വീട്ടിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പ്രതിഫലം നമുക്ക് ലഭ്യമാകും. നമ്മളൊരാൾ മരിച്ചു എന്ന് കഴിഞ്ഞാൽ, ഒരു പക്ഷേ അന്നത്തെ നമ്മുടെ അയൽവാസി മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരണപ്പെട്ടതോടുകൂടി നമ്മളെ ജോലിയൊക്കെ ഒഴിവാക്കും, അന്നത്തെ പണിയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ മരിച്ചിടത്തേക്ക് പോകും. എന്തേ പണി ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ, അയൽവാസി മരിച്ചിക്കണ്, അയൽവാസി മരിച്ചിട്ടോ ഇപ്പം ഞാൻ അവിടെ കൂടിയിട്ടില്ലെങ്കിൽ മോശമല്ലേ, ആൾക്കാർ കാണൂലേ ഞാൻ പണിക്കോണത്. ആ ഒരു ചിന്തയാണെന്നുണ്ടെങ്കിൽ പ്രതിഫലങ്ങൾ നമുക്കവിടെ ഇല്ല. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു മയ്യത്തിൻ്റെ ജനാസയെ അനുഗമിച്ചുകൊണ്ട് മയ്യത്തിൻ്റെ പരിപാലന കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് നടന്നുപോയിക്കൊണ്ട് അവിടെയുള്ള മറ്റു കാര്യങ്ങൾ, മറമാടലും മറ്റു അനുബന്ധ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് നൽകുന്ന ഖൈറാത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഉഹുദ് മലയുടെ പർവ്വതത്തേക്കാൾ വലിയ പ്രതിഫലങ്ങളാണ് ലഭ്യമാകുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ലഭ്യമാകുന്നത് പോലും വലിയ പ്രതിഫലങ്ങളാണ്. നമുക്കവിടെ മയ്യത്തിൻ്റെ ആ ഒരു മരണപ്പെട്ട വീട്ടിൽ ചൊല്ലുക, അവിടെ പോയിക്കൊണ്ട് ദുആ ചെയ്യുക, മരണപ്പെട്ട സ്വന്തം ആളുകളെ, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ മക്കൾ വിളിക്കുക, ഓരോ തോളത്തൊന്ന് തട്ടിയിട്ട് പറയുക, വിഷമിക്കണ്ട, പ്രയാസകണ്ട, എല്ലാവർക്കും മരണമുള്ളതല്ലേ, അഅ്ളമല്ലാഹു അജ്റക വ അഹ്സന അസാക വ ഗഫറ ലിമയ്യതിക എന്നൊക്കെ പറഞ്ഞൊന്ന് ദ്വാരന്ന് കൊടുക്കുമ്പോൾ നമ്മളവരുടെ കൂടെയുണ്ട്, എന്നെ ചേർത്ത് പിടിക്കാൻ ആളുകളുണ്ട് എന്ന് അവർക്ക് തോന്നുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം, അത് വലിയ ആശ്വാസമാണ്. എന്നാൽ അവരെ ആശ്വാസപ്പെടുത്തുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലമോ അത് വലിയ പ്രതിഫലവുമാണ്. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു, ജനാസ പള്ളിയിൽ വെക്കുന്നു, നിസ്കരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞിട്ട് മറമാടുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നു, ദുആ ചെയ്യുന്നു, പിരിഞ്ഞു പോരുന്നു. ഇങ്ങനെയുള്ള പ്രതിഫലം, ഇങ്ങനെയുള്ള നല്ല കർമ്മങ്ങളിൽ സംബന്ധിക്കുമ്പോൾ അവന് ലഭ്യമാകുന്ന ഖൈറാത്ത് എന്ന് പറയുന്നത്, ആ ഖൈറാത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഉഹദ് പർവ്വതത്തിനേക്കാൾ വലിയ പ്രതിഫലമാണ്. അത്ര വലിയ പ്രതിഫലം നമുക്ക് നഷ്ടമാകുന്നത് ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. മരിച്ചു, ഏതായാലും ഇപ്പം നമ്മൾ പോകണം, അത് ആത്മാർത്ഥമായ നിയത്താക്കുക. മരണപ്പെട്ടെടുത്ത് പോകണമല്ലോ, അവിടേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ ചെയ്യുക. ഇനി ദിക്റും സ്വലാത്തും ദ്വാരക്കാരൊന്നും വയ്ക്കില്ലെങ്കിൽ അവിടെ എന്താണോ പണിയുള്ളത് അത് ചെയ്യാലോ. അവിടെ സ്റ്റൂൾ നിരത്താം, പന്തൽ കെട്ടാം, മറ്റു സംഗതികളൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. എല്ലാ സേവനങ്ങളും നമ്മളവിടെ ചെയ്തു കൊടുക്കുക. മരണപ്പെട്ട വീട്ടിലേക്ക് വരുന്നവർക്ക് ആവശ്യമായ രീതിയിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ അവിടെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നല്ല പണികളിൽ പെട്ടുപോകും. അതിന് വലിയ പ്രതിഫലം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അള്ളാഹു ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ തൗഫീഖ് തരട്ടെ. അതിനോടൊപ്പം ഒരു കാര്യം കൂടി സ്കൂട്ടി പറയേണ്ട ഒരു കാര്യം, പൊതുവേ പല നാട്ടിലും കണ്ടുവരുന്നൊരു ശീലമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ വലിയൊരു ബേക്കറി പൊതിയുമായിട്ട് പോകും, വൈകുന്നേരം ചീരണി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. അതെന്തിനാണ് കൊണ്ടുപോകുന്നത്? മൗലിദിന് വരുന്ന ആളുകൾക്ക് ചീരണി കഴിക്കാനെന്നുള്ള താല്പര്യത്തിനാണെങ്കിൽ അൽഹംദുലില്ലാ, വലിയ പ്രതിഫലമാണ്. അതല്ല, നമ്മളെ വാപ്പ മരിച്ചപ്പോലും പൊതി കൊടുന്നീനല്ലോ, ഇപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് ചിന്തിച്ചാൽ ആ ബേക്കറിയോട് പോയി എന്നല്ലാതെ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാവില്ല. നീയത്തിനാണ് പ്രധാനം, ഇഖ്ലാസാണ് പ്രധാനം. നമ്മളിവരെ ഇതിന് പോകും, കല്യാണം കഴിഞ്ഞ് സൽക്കാരത്തിന് പോകുകയാണെങ്കിലും പല ശീലങ്ങളുണ്ട്, ഒരുപാട് കണക്കിന് ബേക്കറി ഇതൊക്കെ കെട്ടിക്കൊണ്ട് പോവുക. ഇവിടെയൊക്കെ നീയത്ത് എന്താ? അവിടെയുള്ള കുട്ടികൾക്ക്, ആ വീട്ടുകാർക്ക് ഒരു മധുരം നുണക്കുക, അതൊരു നല്ല കാര്യമാണല്ലോ. ഒരു നല്ല സുന്നത്തായ കാര്യം ചിന്തിച്ചു കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ പ്രതിഫലം നമുക്ക് വാരിക്കൂട്ടുന്നത്. എന്നാൽ ഈ ബേക്കറിൻ്റെയൊക്കെ വില എത്ര? കൊടുത്തം വിട്ട വിലയും. ഈ വിലയൊക്കെ നമുക്ക് നഷ്ടമാകുന്നത് എന്തുകൊണ്ടാണ്?
ഈ അമ്മക്കൊരു ബേക്കറി തന്നീനല്ലോ, നമ്മൾ വീട്ടിൽ പോലും കൊടുന്നിരുന്നല്ലോ, ഇതിലേറെ വലുത് അങ്ങോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് ചിന്തിച്ചാൽ അത് വലിയ നഷ്ടമാണ്, വലിയ പ്രതിഫലത്തിൻ്റെ വീഴ്ചയാണ് അവിടെ വരുന്നത് എന്നുള്ളത് കൂടി പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മയ്യത്തിനെ അനുഗമിക്കുന്ന കാര്യങ്ങളിൽ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നൽകുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മരണമടഞ്ഞ വീട്ടിൽ ചെന്നുകൊണ്ട് അനുഗമിച്ചുകൊണ്ട് അവിടുത്തെ പരിപാലന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുത്തിബലഹു സവാബു ഉംറത്തിൻ മഖ്ബൂല, സ്വീകരിക്കപ്പെട്ട സ്വീകാര്യയോഗ്യമായ ഒരു ഉംറയുടെ പ്രതിഫലമാണ് ഇദ്ദേഹത്തിന് രേഖപ്പെടുത്തി വെക്കുന്നതെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഈ സംഭവം നമ്മൾ വെച്ച് നോക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പത്നിയായിരുന്ന, അവിടുത്തെ സഹധർമ്മിണിയായിരുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഒരു ദിവസം അല്പം ഈത്തപ്പഴമുണ്ടായിരുന്നു, 2-3 ഈത്തപ്പഴം മാത്രമുണ്ടായിരുന്നു. അങ്ങനെ നബി തങ്ങൾക്ക് ഹദിയ കൊടുക്കുകയാണ്. ഒന്ന് നബി തങ്ങൾക്ക് കൊടുക്കുന്നു, ഒന്ന് മഹദിയായ ആയിഷ ബീവി എടുക്കുന്നു, ഒന്ന് മഹദിയായ മൈമൂന ബീവിയും എടുക്കുകയാണ്. ഇങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹക്ക് ഈത്തപ്പഴം കയ്യിൽ കിട്ടിയപ്പോൾ മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, ആയിഷ ബീവി എനിക്ക് ഈത്തപ്പഴം തന്നല്ലോ, ഞാൻ ഈ ഈത്തപ്പഴം ഇതിനു പകരമായി തിരിച്ചു കൊടുക്കണോ എന്ന് ചോദിക്കുന്നു. തിരിച്ചു കൊടുക്കാം, അത് ഏത് തരത്തിൽ കൊടുക്കാം, അവർക്കൊരു നല്ല ഹദിയ കൊടുക്കുക എന്ന താല്പര്യത്തിൽ കൊടുക്കാം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്ക് തന്നതിനു പകരം ഞാൻ തിരിച്ചു കൊടുക്കുക എന്ന താല്പര്യത്തിലായാൽ അവിടെ ഭക്ഷണം നമുക്ക് കഴിക്കാം, ബേക്കറി കഴിക്കാം, ഈത്തപ്പഴം കഴിക്കാം എന്നല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലം നമുക്ക് ലഭ്യമാകുന്നതല്ല. മനസ്സറിഞ്ഞാര് കൊടുക്കുന്നുണ്ടോ അത് വലിയ പ്രതിഫലങ്ങളായി അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം മയ്യത്തിനെ അനുഗമിക്കുക എന്നുള്ളതുമാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് യുദ്ധത്തിലേക്ക് നടന്നു പോവുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് യുദ്ധം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കാര്യം ഇപ്പോഴത്തെ കാലത്ത് പ്രസക്തിയുമില്ല. അപ്പോൾ ആദ്യത്തെ 1-2 കാര്യം, 2 ചവിട്ടടികൾക്ക് അള്ളാഹു ഉംറയുടെ കൂലി തരുന്നത്, ഒന്ന് നമ്മൾ മരണപ്പെട്ട വീട്ടിലേക്ക് പോകുന്നതോടുകൂടെയും മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് ഇതുപോലെ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നടന്നു പോവുക എന്ന ഈ 2 കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നന്മ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായ താല്പര്യത്തോടുകൂടെ ആഗ്രഹത്തോടുകൂടെ നമ്മൾ നിർവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം വലിയ പ്രതിഫലമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നന്മകൾ വർദ്ധിപ്പിച്ച് നമ്മുടെ ജീവിതം വിജയകരമാക്കി തീർക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ലിസാനുൻ ദാക്കിർ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വഖൽബുൻ ഷാക്കിർ, ശുക്ർ ചെയ്യുന്ന ഖൽബ് നമുക്കുണ്ടായിരിക്കണം. ശുക്ർ ചെയ്യുന്ന ഖൽബ് നമുക്കുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വലിയ വിജയങ്ങൾ നേടാൻ കഴിയുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ, വബദനുൻ അലൽ ബലാഇ സ്വാബിർ, വബദനുൻ സ്വാബിർ എന്ന് പറയുന്നു, ക്ഷമിക്കാനുള്ള ശക്തിയോടുകൂടെ നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നവനാണ്. ദേഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യമാണ്. എല്ലാ ദേഷ്യങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മൾ ചിന്തിക്കുക അങ്ങനെ വേണ്ടിയിരുന്നില്ല. അങ്ങനെ ദേഷ്യത്തെ ഒതുക്കി നിർത്താൻ ഇബ്ലീസുൽ ലഈൻ നമ്മളെ പിഴപ്പിക്കുമ്പോൾ അവിടെ സ്വബറോടുകൂടെ നമ്മുടെ ശരീരത്തെ നമ്മൾ പിടിച്ചു നിർത്തുന്നുണ്ടോ, ആ സ്വബർ ചെയ്യുന്നവൻക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോക വിജയം എന്ന വലിയ പ്രതിഫലം രേഖപ്പെടുത്തി വെക്കുന്നത്. ഇങ്ങനെ ക്ഷമയോടുകൂടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനാ. നമ്മുടെ ഖൽബിൽ എപ്പോഴും അല്ലാഹു ഉണ്ടാവണം. നമ്മുടെ റബ്ബിൻ്റെ നോട്ടം എപ്പോഴും നമുക്ക് ലഭ്യമായിരിക്കണം. റബ്ബിൻ്റെ നോട്ടം എപ്പോഴും ഹൃദയത്തിലാ, കലർപ്പെന്നു കണ്ടാൽ മുഴുവനും വെള്ളത്തിലാ. റബ്ബിൻ്റെ നോട്ടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖൽബിലേക്കാണ്, ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. ഏതൊരു നന്മ ചെയ്യുമ്പോഴും ഈ നന്മ അവൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതാണോ എന്നവൻ താല്പര്യപ്പെടുന്നു, അള്ളാഹു നോക്കുന്നു. ഇവിടെ നമ്മൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ നിസ്കാരത്തിൽ നമ്മുടെ ഈമാൻ പിഴച്ചു പോവാറില്ലേ, നമ്മുടെ ചിന്തകൾ പിഴക്കാറില്ലേ? നീയത്ത് വെച്ചുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ സലാം വീട്ടുന്നത് വരെ നിസ്കാരത്തിലേക്ക് നമ്മുടെ ചിന്തകൾ വരാറുണ്ടോ? നിസ്കാരത്തിലിരുന്നു കൊണ്ട് നമ്മൾ അങ്ങാടിയിലുള്ള ചിന്തകളിലാകാം,
അല്ലെങ്കിൽ നമ്മുടെ ജോലികളുമായി ബന്ധപ്പെട്ട തിരക്കിലുള്ള ചിന്തകളിലാകാം, പലവിധേനയുള്ള ചിന്തകളിലേക്കും നമ്മുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഖൽബ് അള്ളാഹുവിലേക്ക് അർപ്പിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുന്നത്. അതാണ് പറയുന്നത്, റബ്ബിൻ്റെ നോട്ടം എപ്പോഴും ഹൃദയത്തിലാ, കലർപ്പെന്നു കണ്ടാൽ മുഴുവനും വെള്ളത്തിലാ. ഹൃദയത്തിൽ ആത്മാർത്ഥതയില്ലാതെ ഇഖ്ലാസില്ലാത്ത പ്രവർത്തനങ്ങളോടെയാണോ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്? നിസ്കരിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു അവൻ്റെ ഹൃദയത്തിലില്ല, നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിലും അള്ളാഹു അവൻ്റെ ഹൃദയത്തിലില്ല. നിസ്കാരവും മറ്റു ജമാഅത്തുകളും മറ്റു അനേകം നന്മകൾ ചെയ്യുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ അല്ലാഹ് എന്ന ഒരു ചിന്തയില്ലാതെയാണോ അവൻ നിസ്കരിക്കുന്നതെങ്കിൽ, അവൻ മറ്റു അമലുകൾ ചെയ്യുന്നതെങ്കിൽ ആ പണി മുഴുവൻ വെള്ളത്തിലായി പോയി, അത് മുഴുവൻ നഷ്ടത്തിലായി. അതുകൊണ്ട് ഖൽബ് കൊണ്ട് നമ്മൾ നിസ്കരിക്കണം, ഖൽബ് കൊണ്ടായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത്. ബോഡി കൊണ്ട് നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അതൊരു ചില ആംഗ്യ ഭാഷകൾ മാത്രമാണ്. അതിനപ്പുറം നമ്മുടെ നിസ്കാരങ്ങൾ ഖൽബ് കൊണ്ടായിരിക്കണം. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന ചിന്ത നമ്മിലേക്ക് വരണം. തുടങ്ങി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ലോകചരാചരങ്ങളെ മുഴുവനും പടച്ചു പരിപാലിക്കുന്നവനായ അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ മുന്നിട്ട് നിൽക്കുന്നത്, ഞാൻ നിസ്കരിക്കുന്നത്. എൻ്റെ നിസ്കാരവും മറ്റു അമൽ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന് വേണ്ടി സമർപ്പിതമാണെന്ന വചനത്തോടുകൂടെ നമ്മൾ ഫാത്തിഹയിലേക്ക് കടക്കുന്നു. ഫാത്തിഹയുടെ ഓരോ വചനങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോഴും അതിൻ്റെ മഖ്റജുകൾ ഇറാബുകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ഓതുമ്പോഴും അതിൻ്റെ ഉള്ളടക്കങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് നമ്മളുടെ ചിന്ത പോവണം. അള്ളാഹുവിൻ്റെ ചിന്ത പോയാൽ മാത്രമേ അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നേട്ടമാവുകയുള്ളൂ. നമ്മുടെ ഉദ്ദേശങ്ങളിൽ വല്ല പിഴവുകളും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഉദ്ദേശശുദ്ധി നശിച്ചതെല്ലാം പൊള്ളയാ, പൊൻകട്ടി എന്നാൽ തന്നെയും മൺകട്ടയാ. ഉദ്ദേശം പാളിപ്പോയാൽ, ഉദ്ദേശശുദ്ധി തന്നെ നമുക്ക് പിഴച്ചു പോയി കഴിഞ്ഞാൽ, ആ ശുദ്ധിയില്ലാത്ത നീയത്തോടുകൂടെ നമുക്ക് താല്പര്യമില്ലാതെ അള്ളാഹുവിലേക്ക് നമ്മൾ ബന്ധിക്കാതെ ഏത് അമലുകൾ ചെയ്തു കഴിഞ്ഞാലും അത് നമുക്ക് വെറും നഷ്ടമാണ്. അതുമാത്രമല്ല, ഇവിടെ ഉദാഹരണം പറയുന്നത് സ്വർണത്തിൻ്റെ ഒരു പൊൻകട്ടിയാണ് നമുക്ക് കിട്ടിയത്. ആ സ്വർണത്തിൻ്റെ പൊൻകട്ടിയാണ് നമ്മുടെ അടുക്കലുള്ളത്. അത് നമ്മൾ ഇഖ്ലാസ് ഇല്ലാതെ വലിയ സ്വർണത്തിൻ്റെ കട്ടി പാവങ്ങൾക്ക് സംഭാവന ചെയ്തു കൊടുത്താൽ, അതല്ലെങ്കിൽ മറ്റുള്ള വല്ല സ്ഥാപനങ്ങളിലേക്കും സംഭാവന ചെയ്തു കൊടുത്താൽ, ആ സംഭാവന മുഴുവനും ഇദ്ദേഹത്തിൻ്റെ പേർക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് മേൽക്കോയ്മയുണ്ടാവാൻ വേണ്ടിയിട്ട്, പേരുസ്ഥാനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഒരു സ്വർണ്ണ കട്ടി കൊടുത്തതെങ്കിലും അത് മൺകട്ടക്ക് തുല്യമാണ്. അതൊരു മണ്ണിൻ്റെ കട്ടക്ക് നമ്മൾ വില കൊടുക്കാറില്ലല്ലോ, വില കാണിക്കാറില്ലല്ലോ, ഗൗനിക്കാറില്ലല്ലോ. അതുപോലെയാണ് സ്വർണ്ണക്കട്ടി. ഏത് സ്വർണ്ണക്കട്ടി? അള്ളാഹുവിൻ്റെ അടുക്കലേക്കൊരു ചിന്തയുമില്ലാതെ പാവങ്ങൾക്ക് കൊടുത്താലും യതീമീങ്ങൾക്ക് കൊടുത്താലും അവർക്കതിൻ്റെ പ്രതിഫലം ഉണ്ടാവും എന്നതിനപ്പുറത്തേക്ക് ഇത്ര വലിയ ഒരു നന്മ ചെയ്തതിൻ്റെ പ്രതിഫലം നഷ്ടമായി പോകുന്നത് അതവൻ ഇഖ്ലാസ് ഇല്ലാതെ കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തന്നെയായിരിക്കണം. നമുക്ക് അള്ളാഹുവിനെ കിട്ടണം. നമ്മൾ ഇവിടുന്ന് ജീവിച്ച് മരിച്ചു പോകുമ്പോഴേക്ക് ഹൃദയത്തിലേക്ക് അള്ളാഹുവിനെ കിട്ടണം. അള്ളാഹുവിനെ കിട്ടാതെ നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഹൃദയം പിന്നെന്താ? വെറും ഒരു മാംസകഷ്ണം എന്നല്ലാതെ അതിലേക്ക് യാതൊരു ചിന്തകളും നമുക്ക് വന്നുകൂടിയിട്ടില്ല. വെറും ശൈത്താനിയായ ഷർറുകൾ മാത്രമായിരിക്കും. അപ്പോൾ അത്തരം ചിന്തകളിൽ നിന്ന് മാറി അള്ളാഹുവിനെ നമുക്ക് പ്രാപിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഖൽബിലില്ലാത്ത ഒരു ആരാധനക്കും അർത്ഥമില്ല, യാതൊരു അർത്ഥവുമില്ല. അള്ളാഹു ഖൽബിലില്ലാതെ എത്ര നമ്മൾ നിസ്കരിച്ചിട്ടോ മറ്റു കർമ്മങ്ങൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇനി എത്ര ഷർത്തുകൾ പാലിച്ച്, എത്ര ഫർളുകൾ പാലിച്ച്, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച്, റുക്കോയിലൊക്കെ കൈയൊക്കെ വെക്കേണ്ടടുത്ത് വെച്ച്, സുജൂദിലൊക്കെ വെക്കേണ്ടടുത്ത് വെച്ച്, സലാം വിട്ടേണ്ടതൊക്കെ കറക്റ്റ് നിയമങ്ങൾ ഫർളും ഷർത്തുമൊക്കെ പാലിച്ച് എല്ലാം നിർവഹിച്ചാലും അവൻ്റെ നിസ്കാരം അള്ളാഹുവിന് വേണ്ട. അതിനർത്ഥമല്ല. എന്തുകൊണ്ട്? ഖൽബിൽ അള്ളാഹു വേണം എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കണം. നമുക്കിപ്പോൾ നമ്മുടെ ഭാര്യമാർ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മുടെ ഭാര്യമാർ നമ്മുടെ സ്വന്തം ഭാര്യമാരായിരിക്കെ അവർ മറ്റുള്ള ഏതെങ്കിലും ഒരു അന്യ പുരുഷനുമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് വ്യക്തമായി ബോധ്യമായി കഴിഞ്ഞാൽ നമ്മൾ സുഖസുന്ദരമായിട്ടൊരു 10-15 കൊല്ലത്തോളം നമ്മൾ ദാമ്പത്യ ശുദ്ധിയോടുകൂടെ സുഖസുന്ദരമായി ജീവിച്ചു പോന്നു. പെട്ടെന്നാണ് നമ്മൾ ഒരു മൊബൈൽ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ ഭാര്യ വേറെ ഏതൊരു അന്യ ആണിനേറ്റ് നല്ല ബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടുകൂടെ ജീവിതത്തിലെ രസം കഴിഞ്ഞില്ലേ?
ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ എല്ലാ റാഹത്തും നഷ്ടമായി കഴിഞ്ഞു. ഇനി അവൾ എത്ര വലിയ ഫുഡ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? എത്ര വലിയ ബിരിയാണി ഉണ്ടാക്കിയാലും അതൊക്കെ ചേർക്കേണ്ട എന്ത് അണ്ടിപ്പരിപ്പാണെങ്കിലും മുന്തിരിയാണെങ്കിലും എന്ത് വിഭവങ്ങൾ ചേർത്തുകൊണ്ട് അതിൻ്റെ ചേരുവകളൊക്കെ പൂർണ്ണമായും ടേസ്റ്റ്ഫുള്ളി ചേർത്ത് കഴിഞ്ഞാൽ പോലും ആ ബിരിയാണിക്ക് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇത് എൻ്റെ ഭാര്യ എന്നുള്ളത് അവിഹിതങ്ങളിലൂടെ ബന്ധപ്പെട്ട് അത് മോശമായി കഴിഞ്ഞു, ഇനി അതൊരു രസമല്ല എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയാണുള്ളത്. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ അവസ്ഥ. അള്ളാഹു കൽബിലില്ലാത്ത നമ്മുടെ ആരാധനകൾ അത് അള്ളാഹുവിന് ആവശ്യമേയില്ല. കാരണം എന്താ? ഇത് വെറുതെ കുറേ കാട്ടിക്കൂട്ടൽ എന്നതിനപ്പുറത്തേക്ക് എന്നൊരു ചിന്തയെ അവൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് കയറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഉറപ്പിച്ചു പറയണം, റളീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം വറസൂല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. റളീനാ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞാൻ സംപ്രീതനായിരിക്കുന്നു ഈ വിഷയത്തിൽ. അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, അള്ളാഹുവാണ് എൻ്റെ സൃഷ്ടാവ് എന്ന ആ ഒരു ഖാലിഖായ റബ്ബിലേക്കുള്ള ചിന്തകൾ നമ്മൾ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമായിരിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പറയുകയാണ്, ലി അസ്ഹാബിഹി, സ്വഹാബത്തിനോട് പറയുകയാണ്, കൈഫ അസ്ബഹതും യാ സ്വഹാബാ, എങ്ങനെയാണ് സ്വഹാബ നിങ്ങൾ ഇന്ന് രാവിലെ ഉണർന്നത്? ഇന്ന് രാവിലെ നിങ്ങൾ ഉറക്കിൽ നിന്ന് ഉണർന്നത് എങ്ങനെയായിരുന്നു സ്വഹാബത്തെ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖാലൂ, ആ സ്വഹാബത്ത് മറുപടി പറയുകയാണ്. എന്താണ് പറയുന്നത്? അസ്ബഹനാ മുഅ്മിനീൻ, അസ്ബഹനാ മുഅ്മിനീന ബില്ലാഹ്, അല്ലാഹുവിൽ പൂർണ്ണ വിശ്വസ്തരായിക്കൊണ്ട് മുഅ്മിനീങ്ങളായിക്കൊണ്ടാണ് നബിയെ ഞങ്ങളൊക്കെ ഉണർന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾ നേരം പുലർന്നപ്പോൾ പൂർണ്ണ മുഅ്മിനീങ്ങളായിട്ടാണ് ഞങ്ങൾ ഉണർന്നത്. ഞങ്ങൾ ദിക്ർ ചൊല്ലി കടന്നവരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ ദിക്ർ ചൊല്ലി എണീറ്റവരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ച് എണീറ്റവരാണെന്ന് പറഞ്ഞില്ല, ജമാഅത്തിൽ പങ്കെടുത്തവരാണെന്ന് പറഞ്ഞില്ല, അത്താഴം കഴിച്ചുകൊണ്ട് പുണ്യമാക്കപ്പെട്ട ഒരുപാട് കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഞങ്ങൾ ഉണർന്നു എന്ന് സ്വഹാബത്ത് നബിയോട് പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞത് അസ്ബഹനാ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെ എണീറ്റതെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾക്ക് അവർ മറുപടി കൊടുക്കുമ്പോൾ ആ മറുപടിയിലൂടെ മഹാനായ നബി തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, വമാ അലാമതു ഈമാനിക്കും, നിങ്ങൾ ഈമാനുള്ളവരായി മുഅ്മിനീങ്ങളായി രാവിലെ എണീറ്റു എന്ന് പറഞ്ഞല്ലോ, എന്താണ് നിങ്ങളുടെ ഈമാനിന്റെ അടയാളം? നിങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറയുന്നു, നിങ്ങൾ ഈമാൻ ഉള്ളവരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈമാനിന്റെ അടയാളങ്ങൾ എന്താണെന്ന് മുത്തുനബി അവരോട് ചോദിക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലൂ, സ്വഹാബത്ത് അവർന്ന് പറയുകയാണ്, നസ്ബിറു അലൽ ബലാ, ഞങ്ങൾക്കുള്ള പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളിലൊക്കെ ഞങ്ങൾ ക്ഷമിക്കുന്നവരാണ്. ഞങ്ങൾ എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും ഞങ്ങൾ വിഷമിക്കാതെ അള്ളാഹുവിൻ്റെ ഖളാ ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമം വരിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഇങ്ങനത്ര വലിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ഞങ്ങൾ ക്ഷമിക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ വാപ്പമാർ മരിച്ചു പോവാറുണ്ട്, നമ്മുടെ സ്വന്തക്കാർ മരിച്ചു പോവാറുണ്ട്. പലവിധേനയുള്ള വിഷമങ്ങൾ വന്നു കഴിഞ്ഞാലും ഇത് അള്ളാഹുവിൻ്റെ ഖളാ ആണെന്ന താല്പര്യത്തോടുകൂടെ സ്വബർ നമ്മൾ ക്ഷമിച്ച് നിന്നോ, അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദുന്യവിയായ ആഖിറത്തിലുള്ള ഗുണഗണങ്ങൾ, വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളുമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ്, ഇപ്പോൾ ഇന്നലെയാണ് 7 സംഭവിച്ചത്. നമ്മളെ ഒരു മുത്തഅല്ലിമ്, നീലഗിരി ഭാഗത്തുള്ളൊരു മുത്തഅല്ലിമ്, അവൻ്റെ ഉപ്പ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയ ഒരു മരണമായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ ആ ഉപ്പ ഒരിക്കലും മക്കളായിട്ടല്ല കാണുക, ഒരു ഫ്രണ്ട്സിനെ പോലെ നല്ല സ്നേഹനിധിയായൊരു ഉപ്പ, നമുക്ക് മാതൃകയാക്കാൻ പറ്റിയൊരു ഉപ്പ, നല്ലൊരു മനുഷ്യൻ. മുമ്പെന്ന് ഒരു ബ്ലോക്ക് കഴിഞ്ഞിരിക്കണമെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. ജോലി കഴിഞ്ഞ് വരുന്നൊരു വരവുണ്ട്, കയ്യിൽ ഒരു ഫ്രൂട്ട്സിൻ്റെ കവറൊക്കെ പിടിച്ച് നോമ്പ് തുറപ്പിക്കാൻ വീട്ടിലേക്ക് വരുന്ന രംഗം. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ബ്ലോക്ക് സംഭവിക്കുകയും എന്താ പറയുക, പെടയാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ആ കടന്ന കടപ്പ് അങ്ങനെ തന്നെ മരിക്കുകയാണ്. ആ രംഗം കാണുമ്പോൾ നമുക്ക് വല്ലാതെ മനസ്സ് പൊട്ടിപ്പോവും. എന്ന് പറഞ്ഞാൽ കമിഴ്ന്ന് വീണിക്കണ്, ആ കയ്യിൽ ഫ്രൂട്ട്സിൻ്റെ കവറും പിടിച്ച് നല്ല പൂർണ്ണമായ ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് നല്ലൊരു മനുഷ്യൻ അങ്ങനെ വീണ് കടന്നു. പ്രത്യേകിച്ച് വനമേഖലയായതുകൊണ്ട് തന്നെ അവിടെ ജീവജാലങ്ങളുടെ ശല്യങ്ങളൊക്കെ വളരെ പ്രയാസമാണ്. അവിടെ രാത്രി സമയങ്ങളാകുമ്പോൾ പ്രയാസങ്ങൾ കുറച്ച് കൂടുതലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു സഹോദരനെ ഒരു വന്യമൃഗ ശല്യങ്ങളൊന്നുമില്ലാതെ രാവിലെ ഒരു ഉച്ച സമയത്ത് തന്നെ ഈ മരണം സംഭവിച്ചിട്ട് വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല.
അറിയില്ല, വൈകുന്നേരം പണി കഴിഞ്ഞ് വരും എന്നുള്ള ചിന്തയിലാണ്. കാണാതായപ്പോൾ വീട്ടിലേക്ക് ഫോൺ കോൾ ചെയ്ത് നോക്കി, റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ വൈകുന്നേരം വരെ അന്വേഷിച്ചു, ആളെ കിട്ടുന്നില്ല. പിന്നെ രാത്രി തീരെയും കിട്ടിയില്ല. പിറ്റേന്ന് പകൽ സമയത്ത് പോലീസുമാർ വന്നുകൊണ്ട് നമ്പർ വെച്ച് ട്രേസ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇന്നാലിൻ്റെ സ്ഥലത്ത് കിടക്കുന്നുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ അവർ പോയി നോക്കുന്നു, ആളെ കാണുന്നു, ഒരു കേടുപാടുകളും ഇല്ലാതെ. പക്ഷേ ആ മരണം ആ കുടുംബത്തിൽ വരുത്തിയ വല്ലാത്തൊരു വിഷമകരമായൊരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു മുതഅല്ലിമായ മകനാണ് അവരുടെ മൂത്ത മകന്. ഇപ്പോൾ ജാമിയയിൽ നിന്ന് ഫൈളി ബിരുദമെടുത്ത് ഈ വർഷം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അവനെ പരമാവധി ആശ്വസിപ്പിച്ച് സമാശ്വസിപ്പിച്ച് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ സുഹൃത്തുക്കളും സഹപാഠികളും ഒക്കെ ചെയ്ത് അവനക്ക് വേണ്ട ആശ്വാസങ്ങൾ കൊടുക്കുന്നുണ്ട്. അവനെങ്ങാനും അവിടെ പൊട്ടിപ്പോയൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആ കുടുംബമാകെ പതറിപ്പോകുമായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനത്തെ വിഷമങ്ങൾ നമുക്കൊരുപാട് വന്നേക്കാം. എത്ര വലിയ വിഷമം വന്നു കഴിഞ്ഞാലും ഇത് അള്ളാഹുവിൻ്റെ ഖളാ ആണെന്നുള്ള താല്പര്യത്തിൽ നമ്മൾ മനസ്സ് ഈമാനികമായി അടിയുറപ്പിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടാൻ കഴിയുമെന്നുള്ളതാണ്. അതാണ് ഇവിടെ മഹാന്മാരായ സ്വഹാബത്ത് മുത്തുനബിയോട് പറഞ്ഞത്, നസ്ബിറു അലൽ ബലാ, ഞങ്ങൾക്ക് വരുന്ന പരീക്ഷണങ്ങളിൽ ഞങ്ങൾ ക്ഷമിക്കുന്നതാണ്. വനശ്കുറു അലൻ നഅമാ, ഞങ്ങൾക്ക് വരുന്ന നിഅമത്തുകളിൽ ഞങ്ങൾ ശുക്ർ ചെയ്യുന്നവരാണ്. വലിയ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായേക്കാം, വലിയ വലിയ നേട്ടങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായേക്കാം. ഈ നേട്ടങ്ങളിലും അനുഗ്രഹങ്ങളിലുമൊക്കെ നഷ്കുറുല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നവരാണ്. ഖളായിൽ ഞങ്ങൾ സംതൃപ്തരുമാണ്. ഖളാ ഞങ്ങൾക്ക് വിധിച്ചു വെച്ച കാര്യമാണല്ലോ, ഞങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നന്മയിലായിരിക്കുമെന്ന വിശ്വാസവുമാണ്. അഥവാ അത് വിഷമകരമായാൽ, അത് ഞങ്ങൾക്ക് തോന്നിയതുപോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഖളായിൽ ഞങ്ങൾ സംതൃപ്തരാണ്, ഞങ്ങൾ സംപ്രീതരാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ട നബി തങ്ങൾ പറയുകയാണ്, ഹഖൻ ഹഖാ, ഇതാണ് നിങ്ങളുടെ ഈമാന്, യഥാർത്ഥ ഈമാന്. അതല്ലാതെ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിങ്ങനെ നാലാളെ അറിയിച്ചുകൊണ്ടുള്ള രീതിയല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ക്ഷമിക്കാനുള്ള കഴിവുണ്ടോ, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാനുള്ള കഴിവുണ്ടോ, അള്ളാഹുവിൻ്റെ ഖളായിൽ സംതൃപ്തനാവാനുള്ള കഴിവുണ്ടോ, ആ ഒരു സന്മനസ്സുണ്ടോ, അവർക്ക് അള്ളാഹുവിൻ്റെ ത്വാഅത്തും വഴിയും അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ലഭ്യമാകുന്നതാണ്. അതാണ് ഹഖായ ഈമാൻ എന്നും മുത്തുനബി തങ്ങൾ പറയുകയാണ്. ഞാൻ നേരത്തെ ഓതി വെച്ചല്ലോ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നീയത്തുകൾ കൊണ്ടാണ് അമലുകൾ സ്വീകരിക്കപ്പെടുക. ഏത് അമലും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിനെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹ് എന്ന ചിന്തയോടുകൂടെ നല്ല അമലുകൾ ചെയ്യുമ്പോൾ ആ നീയത്താണ് പ്രധാനം. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്? തറാവീഹ് നിസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 20 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. ഈ നിസ്കാരം എൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി എത്ര പ്രയാസങ്ങൾ സഹിച്ചാലും ഞാൻ 20 റക്അത്ത് നിസ്കരിക്കുമെന്ന പൂർണ്ണ ചിന്തയോടുകൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ റക്അത്തുകൾക്കും എത്ര പ്രതിഫല, 20 റക്അത്ത്. ഇങ്ങനെയുള്ള വലിയ പ്രതിഫലങ്ങൾ നമുക്ക് ലഭ്യമാകുമ്പോൾ അവിടെ നമ്മുടെ നീയത്ത് പരലോക ഗുണമായിരിക്കണം, ആഖിറത്തിലുള്ള വിജയമായിരിക്കണം. ആ ഒരു വിജയത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ ഒരു കുറുക്കു വഴി എന്ന് പറയുന്നത് നമ്മുടെ നീയത്ത് നന്നാക്കുക എന്നുള്ളതാണ്. ആ ഒരു നീയത്തോടു കൂടെ ആയിരിക്കണം നമ്മുടെ കാര്യങ്ങൾ. അതുമാത്രവുമല്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ നമ്മുടെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള അമലുകൾ എങ്ങനെയായിരിക്കണം? ഒരു വിത്ത് കിട്ടിയാൽ അത് നമ്മൾ മുളപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ നടത്തും. ഒരു മണ്ണ് കുഴിച്ചുകൊണ്ട് ആ മണ്ണിൻ്റെ അടിയിലേക്ക് ആ വിത്ത് താഴ്ത്തുന്നു, അതിന് മുകളിലൂടെ മണ്ണിടുന്നു, വേണമെങ്കിൽ ഒരു വേലി കൂടി കെട്ടിക്കൊടുക്കുന്നു. ഈ വിത്തിനെ ഇനി ഒരു മനുഷ്യനും പുറം ലോകത്ത് കാണുന്നില്ല. ഇതുപോലെ അല്ലാഹ് എന്ന മധുരിതമായ ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയാൽ അത് നാലാളുകളെ അറിയിക്കുകയല്ല വേണ്ടത്, അത് സ്വന്തമായി ആസ്വദിച്ച് അനുഭവിച്ച് ആനന്ദിച്ചുകൊണ്ട് നമ്മൾ അത് അയവിറക്കുകയാണ് വേണ്ടത്. അത്തരത്തിൽ നമ്മുടെ അമലുകൾ എത്രമാത്രം സംതൃപ്തമാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ അമലുകളുടെ സ്വീകാര്യതയും എന്ന് പറയുന്നത്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നീയത്തുകൾക്കനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ മഹാനായ ഉമ്മുൽ ഖൈസ് എന്ന മഹതിയായ നമ്മുടെ ഒരു മുസ്ലിം സഹോദരിയുടെ സംഭവത്തെക്കുറിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിലൊരു സ്നേഹ കഥകൾ പറയാറുണ്ട്, ഒരു ലവ് സ്റ്റോറി ഇതിൻ്റെ പിന്നിൽ പറയാറുണ്ട്. എന്താണ് പറയുന്നത്? സുന്ദരിയായ ഉമ്മുൽ ഖൈസ് എന്നൊരു പെണ്ണിനെ മക്കയിലുള്ള ഒരു സഹോദരൻ പ്രേമിച്ചിരുന്നു. മക്കയിലുള്ള ഒരു സഹോദരൻ ഉമ്മുൽ ഖൈസ് എന്നൊരു പെണ്ണിനെ പ്രേമിച്ചിരുന്നു. അങ്ങനെ പ്രേമിച്ച് റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തുമൊക്കെ മദീനയിലേക്ക് ഹിജ്റ പോയി.
ഹിജ്റ പോയി കഴിഞ്ഞപ്പോൾ ഈ ഉമ്മുൽ ഖൈസും തീരുമാനിക്കണം ഞാനും മദീനത്തേക്ക് ഹിജ്റ പോവുകയാണ്. ഹിജ്റ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പ്രേമഭാജനമായ അവിടുത്തെ കമിതാവായ ആ ഒരു കാമുകനോട് ഈ വിഷയം സൂചിപ്പിക്കുകയാണ്. ഞാൻ ഉമ്മുൽ ഖൈസ് ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഞാൻ മദീനത്തേക്ക് പോവുകയാണ്, ഹിജ്റ പോവുകയാണ്, ഇനി നമുക്ക് സംസാരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, നമുക്കിങ്ങനെ പഞ്ചാര വർത്തമാനങ്ങൾ പറഞ്ഞ് കിന്നരിക്കാൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞോളണം എന്നൊന്നുമില്ല, നഷ്ടങ്ങളായിരിക്കും നമുക്ക്, ഞാൻ ഹിജ്റ പോവുകയാണ് എന്ന് പറഞ്ഞു. അവിടെ ഈ സഹോദരൻ പറയുന്നുണ്ട് നീ ഹിജ്റ പോവുകയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ ഹിജ്റ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഹദീസിന്റെ പൊരുൾ അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകൾ സ്വീകരിക്കപ്പെടുക നിയ്യത്തുകൾ കൊണ്ടാണെന്ന് പറയുമ്പോൾ ആരെങ്കിലും ഹിജ്റ പോകുന്നത് അവിടെ അള്ളാഹുവിനെ ലഭ്യമാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അള്ളാഹുവിനെയും റസൂലിനെയും തിരിച്ചറിയാനും ബോധ്യമാവാനും അത് ഹൃദയത്തിൽ സ്ഥിരപ്പെടുത്താനും വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്കത് ലഭ്യമാകും, അള്ളാഹുവിനെയും റസൂലിനെയും ലഭ്യമാകും. അതല്ല നിങ്ങൾ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ പോകുന്നത് ഒരു പെണ്ണിനെ നിക്കാഹ് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഒരു പെണ്ണിന്റെ പിന്നാലെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പെണ്ണിനെയും കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ ഹദീസിന്റെ പൊരുൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാകുമ്പോൾ തന്നെ പെണ്ണാണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ അവിടെ വളരെ അപകടകരമായ സാഹചര്യമാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നീയത്തുകൾ പാളിപ്പോയി കഴിഞ്ഞാൽ നാം ചെയ്യുന്ന അമലുകൾ മുഴുവനും നമുക്ക് വഷളാവുകയാണ്, നമുക്കതുകൊണ്ട് മുഴുവൻ നഷ്ടങ്ങളുമായി പോവുകയാണ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. സൂഫിയായ ഒരു മനുഷ്യന്റെ കഥ പറയുന്ന ഒരു വിഷയത്തിൽ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഖളൈതു സ്വലാത 30 സന. ഒരു മഹാനായ സൂഫിയായ മനുഷ്യൻ അദ്ദേഹം പറയുകയാണ്, ഖളൈതു സ്വലാത 30 സന, 30 വർഷത്തെ നോമ്പ് ഞാൻ ഖളാ വീട്ടിയിട്ടുണ്ട്. 30 വർഷത്തെ നോമ്പ് ഞാൻ ഖളാ വീട്ടിയിട്ടുണ്ട്. എന്താണ് കാരണം? കുന്തു ഉസല്ലിഹാ ഫിൽ മസ്ജിദി ഫിസ്സഫിൽ അവ്വലി, ഞാൻ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒന്നാമത്തെ സൊഫിൽ തന്നെയാണ് ഞാൻ നിസ്കരിക്കാറുള്ളത്. പക്ഷേ എന്തേ കാര്യം? ഒന്നാമത്തെ സൊഫിൽ തന്നെ 30 വർഷത്തോളം നിസ്കരിച്ച എനിക്കൊരു ഫാൾട്ട് പറ്റി. എന്താണ് എനിക്ക് പറ്റിയ പഴവ്? വലാകിൻ തഅഖർതു യൗമൻ ലിഉദ്രിൻ, എന്തോ ഒരു കാരണത്താൽ ഒരു ദിവസം ഞാൻ നിസ്കരിക്കാൻ ജമാഅത്തിന് വരാൻ വൈകിയപ്പോൾ എനിക്ക് ഒന്നാമത്തെ സൊഫ് ലഭ്യമായില്ല. ഞാൻ രണ്ടാമത്തെ സൊഫിലാണ് നിസ്കരിച്ചിരുന്നത്. രണ്ടാമത്തെ സൊഫിൽ ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്കൊരു വിഷമം തോന്നി, എനിക്കൊരു നാണം വന്നു തോന്നി. ഞാൻ ഇത്രയും കാലം ഒന്നാമത്തെ സൊഫിലായിരുന്നല്ലോ, ഞാനിപ്പോൾ രണ്ടാമത്തെ സൊഫിലേക്ക് എത്തിയല്ലോ. ഫഅറഫ്തു അന്ന നളറൻ നാസി ഇലയ്യ ഫിസ്സഫിൽ അവ്വലി ഹിയ മസറതി, ആ ഒരു വിഷമമാണ് എന്നെ 30 വർഷത്തെ നിസ്കാരങ്ങളെ ഖളാ വീട്ടിപ്പിച്ചത്. എന്താണ് മനസ്സിലാക്കുന്നത്? ഫഅറഫ്തു അന്ന, ഞാൻ മനസ്സിലാക്കി, അന്ന നളറൻ നാസി ഇലയ്യ, ജനങ്ങളൊക്കെ എന്നെ നോക്കുന്നത് ഫിസ്സഫിൽ അവ്വലി, ഒന്നാമത്തെ സൊഫിലാണല്ലോ നിസ്കരിക്കുന്നത്, ഓൻ ഒന്നാമത്തെ സൊഫിലാണല്ലോ. ഹിയ മസറതി, അതാണെൻ്റെ സംതൃപ്തി, അതാണെൻ്റെ സന്തോഷം എന്ന തരത്തിലേക്ക് എൻ്റെ ചിന്ത പോയി. ചുരുക്കി പറഞ്ഞാൽ ചെറിയ ഒരു ചിന്തയിൽ വന്ന ഫാൾട്ട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അയാൾ 30 വർഷവും നിസ്കരിച്ചത് ഒന്നാമത്തെ സൊഫിലായിരുന്നു. ഒന്നാമത്തെ സൊഫിൽ വെച്ച് നിസ്കരിച്ച ആ നിസ്കാരത്തിൻ്റെ ഒരു ദിവസം മാത്രം പിഴച്ചു പോയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ചിന്ത പാളി. ഞാൻ ഒന്നാമത്തെ സൊഫിൽ നിസ്കരിക്കാനാണല്ലോ, എന്താ രണ്ടാമത്തെ സൊഫിലേക്ക് മാറിയത് എന്ന് ചിന്ത കൊടുത്തു. അതായത് ഒന്നാമത്തെ സൊഫിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്നെ കുറിച്ച് ഇങ്ങനെ പറയണം, നല്ല കാര്യം, ആ ഒന്നാമത്തെ സൊഫിൽ എപ്പോഴും നിസ്കരിക്കുന്ന ആളാ എന്നിങ്ങനെ പറയുന്ന ഒരു ചിന്ത വന്നതോടുകൂടെ ഖളൈതു സ്വലാത 30 സന, 30 വർഷത്തോളം ഞാൻ നിസ്കരിച്ച എൻ്റെ നിസ്കാരങ്ങൾ മുഴുവനും ഞാൻ ഖളാ വീട്ടിയെന്ന് മഹാനവറുകൾ പറയുകയാണ്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പറയുമ്പോഴും മുസ്തദ്റഖിൽ ഒരു വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് സംഭവം? മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഒരു സംഭവം വിവരിക്കുകയാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരു വരൾച്ച ബാധിക്കുകയാണ്. വെള്ളമില്ല, ക്ഷാമം ബാധിച്ചുകൊണ്ട് മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, മനുഷ്യൻ്റെ നിത്യോപയോഗങ്ങൾക്കൊന്നും വെള്ളമില്ലാതെ വലിയൊരു വരൾച്ച ബാധിക്കുകയാണ്. അദ്ദേഹവും അവിടെയുള്ള പണ്ഡിത ലോകം മുഴുവനും പള്ളിയിൽ വെച്ചുകൊണ്ടും പല വിധേനയുമായി കൊണ്ട് ദുആകൾ നിർവഹിക്കും, അതുപോലെ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നു, ഒരുപാട് പുണ്യമാക്കപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കുന്നു. പക്ഷേ മഴ പെയ്യുന്നില്ല, യാതൊരു നിലക്കും മഴ ലഭ്യമാകാതിരിക്കുകയാണ്. എന്നാൽ പള്ളിയിൽ അവരൊരു മനുഷ്യനെ കാണുകയാണ്, കറുകറുത്തിരുണ്ട ഒരു അടിമയായ മനുഷ്യന്. അദ്ദേഹം പള്ളിയിൽ കയറിക്കൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. എന്താ ദുആ ചെയ്യുന്നത്? റബ്ബേ, ഇവരൊക്കെ നിന്നോട് ദുആ ചെയ്തല്ലോ, ഇവർക്ക് വെള്ളം ആവശ്യമുണ്ട്, ഇവർക്ക് വളരെ പ്രയാസത്തിലാണ്, ഇവർ വളരെ വരൾച്ചയിലാണ്, ക്ഷാമത്തിലാണ്, അവർക്ക് നീ മഴ പെയ്യിപ്പിച്ചു കൊടുക്കണേ, ഞാൻ നിന്റെ ഒരു അടിമയാണല്ലോ. അടിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ മോശമായ രീതിയിലുള്ള ഡ്രസ്സ് ധാരണമാണ്.
കറുത്തിരുണ്ട് എല്ലാവരും ഒരു രണ്ടാം നമ്പറായിട്ട് ഒഴിവാക്കി കാണുന്ന ഒരു മനുഷ്യന് കൂടിയാണ്. ആ ഒരു മനുഷ്യൻ പള്ളിയുടെ ഒരു ചെരുവിലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, റബ്ബേ ഹസനുൽ ബസ്രി അടക്കമുള്ള പണ്ഡിതന്മാരും അവരൊക്കെ നിന്റെ അടിമയാണല്ലോ, അവരൊക്കെ ദുആ ചെയ്തിട്ട് ഈ ഉത്തരം കൊടുത്തിട്ടില്ല. റബ്ബേ, ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഇത് തന്നെയാണ്, ഞങ്ങൾക്ക് വെള്ളം വേണം, ഞങ്ങളെ നാട്ടുകാർക്ക് വെള്ളം വേണം, ഇവിടെ ജീവികൾക്ക് വെള്ളം വേണം, ഭൂമിയിൽ വെള്ളം വേണം, വെള്ളം അത്യാവശ്യമായിരിക്കുന്നു എന്ന് ദുആ ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ നിന്നോട് ചോദിക്കുന്ന ദുആ നീ സ്വീകരിക്കണം റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇതിനൊരു കാരണമാക്കണമെന്ന് കൂടി പറയുമ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഉടനെ ആകാശം മേഘാവൃതമാവുകയാണ്. മഴ പെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും നിൽക്കുന്നു. മാത്രമല്ല അതിശക്തമായ മഴ പെയ്യുകയാണ്. അവിടെയുള്ള മനുഷ്യന്മാർക്ക് വെള്ളം മതിയാകുന്നു, അവിടെയുള്ള ജീവികൾക്ക് വെള്ളം തികയുന്നു, അവിടെയുള്ള വീടുകളിൽ വെള്ളം മതിയാകുന്നു. തോടുകളും പുഴകളും കുളങ്ങളും കിണറുകളുമെല്ലാം സമൃദ്ധമായി വെള്ളം ലഭ്യമാവുകയാണ്. ഇങ്ങനെ വെള്ളം ലഭ്യമായപ്പോൾ ഈ ഒരു സംഭവം മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു കാണുന്നു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന് അത്ഭുതം കൂറുകയാണ്. ഏതാണ് ഈ മനുഷ്യൻ? ഈ മനുഷ്യന്റെ ദുആ ആണല്ലോ ഇവിടെ ഫലം ചെയ്തത്. ഇദ്ദേഹത്തെ തേടിക്കൊണ്ട് അദ്ദേഹം തേടിപ്പോവുകയാണ്, അന്വേഷിച്ചു പോവുകയാണ്. ഒരുപാട് യാത്ര ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ കണ്ടുപിടിക്കുകയാണ്. കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തോട് പരിചയപ്പെട്ടു. നിങ്ങളാരാണ്? നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നന്വേഷിക്കുന്നു. ഈ അടിമയായ മനുഷ്യൻ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഞാൻ 2 മുതലാളിമാരുടെ അടിമയാണ്. ഞാൻ 2 മുതലാളിമാരുടെ അടിമയാണ്. ഒന്ന് ഖാലിഖായ യജമാനനായ അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ. മറ്റൊന്ന് ഇന്നാലൊരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ദുനിയാവിലൊരു ഉടമയുണ്ടായിരുന്നു, ആ ഉടമയുടെ അടിമ കൂടിയാണ് ഞാൻ. ഇങ്ങനെ 2 യജമാനന്മാരുടെ അടിമയാണ് ഞാനെന്ന് ആ മനുഷ്യൻ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഉടനെ തന്നെ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന്റെ കാര്യത്തിൽ അത്ഭുതം കൂറിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ യജമാനനെ കണ്ടെത്തുകയാണ്. ഇന്നാലിന്റെ നാട്ടിലുള്ള ഇന്നാലിന്ന മനുഷ്യനാണ് എൻ്റെ യജമാനൻ എന്ന് പറയുന്നു. ഹസനുൽ ബസ്രി ആ യജമാനനെ തേടിക്കൊണ്ട് യാത്ര പുറപ്പെടുകയാണ്. തേടി അന്വേഷിച്ചു പോയി അവസാനം ഈ യജമാനനെ കണ്ടെത്തുകയാണ്. യജമാനനെ കണ്ടെത്തുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ ദുആ ചെയ്ത കറുത്തിരുണ്ട അടിമയായ മനുഷ്യനുണ്ട്. അവിടെ നാൽക്കാലികളുടെ വേസ്റ്റേജുകൾ മുഴുവനും തള്ളി നീക്കുന്ന ക്ലീൻ ചെയ്യുന്ന പണികളിൽ തൊഴുത്തിൽ ആലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യനെ കണ്ടുകൊണ്ട് യജമാനന്റെ അടുക്കലേക്ക് ആദ്യം പോവുകയാണ്. യജമാനനോട് പറയുന്നു, നിങ്ങളുടെ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എനിക്ക് വേണം, എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാം, ഇതിനെത്ര പേയ്മെന്റ് വേണമെങ്കിലും ഞാൻ അടച്ചോളാം. എന്താണ് കാര്യമന്വേഷിച്ചുകൊണ്ട് ഒരാളെ വേണമെന്ന് പറയുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും നല്ല മസിൽ പവറുള്ള, പണിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായ ആളുകളെ കാണിച്ചു കൊടുക്കുന്നു. ഇവനെടുത്തോ മറ്റയാളെടുത്തോ ഒരുപാട് ആളുകളെ കാണിച്ചു കൊടുത്തപ്പോഴും മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ എല്ലാം ഒഴിവാക്കുകയാണ്. അവസാനം ഇവരെ ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ യജമാനനായ ആ മനുഷ്യൻ പറയുന്നു, എന്നാൽ ആ തൊഴുത്തിൽ പോയി നോക്കൂ, അവിടെ ഉണ്ടാകും ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ. അദ്ദേഹത്തെ പണിയെടുക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല, ഒരു കാര്യത്തിനും ഗുണം ചെയ്യില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ടാകുമെന്ന് പറയുന്നു. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആ തൊഴുത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഈ പറയപ്പെട്ട ദുആക്ക് ഉത്തരം ലഭ്യമായ മനുഷ്യനാണുള്ളത്. അടിമയെ പിടിച്ചു കൊണ്ടുവന്നുകൊണ്ട് യജമാനനിൽ സമ്മതം ചോദിക്കുകയാണ്. സമ്മതം ചോദിക്കുമ്പോൾ ഈ അടിമയ്ക്ക് എത്ര ക്യാഷ് തരണമെന്ന് യജമാനനോട് ചോദിക്കുമ്പോൾ ആ യജമാനൻ പറയുകയാണ്, ഓന് നീ ഒന്നും തന്നിട്ടില്ലേലും കുഴപ്പമില്ല, അത് കൊണ്ടേക്കോ എന്ന് പറയുന്നു. അത്രമേൽ വളരെ നിസ്സാരനായി കണ്ടിരുന്ന ആ അടിമയ്ക്ക് ഏകദേശം ഒരു 20 ദിർഹം മാത്രം ചില്ലി ക്യാഷ് കൊടുത്തുകൊണ്ട് ഈ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആ അടിമയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ അടിമയെ കൂട്ടിക്കൊണ്ടുപോയി അവസാനം ഈ അടിമ തന്നെ സ്വന്തം മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആരാരുമില്ലാത്തൊരു രാത്രിയിൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരും ദുആ ചെയ്തിട്ട് നീ ഉത്തരം കൊടുത്തില്ലല്ലോ, ആ സമയം എൻ്റെ ദുആ നീ സ്വീകരിച്ചവിടെ വലിയ മഴ വർഷിപ്പിച്ചില്ലേ റബ്ബേ. ഒന്നാമത്തെ കാര്യം നീ സാധിപ്പിച്ചു തന്നു, എനിക്ക് രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് കാര്യം? ഫഖ്ബിൽനി ഇലൈക യാ അല്ലാഹ്, അല്ലാഹുവേ ഈ സമയം എന്നെ നീ മരിപ്പിക്കണം, നിന്നിലേക്ക് നീ എന്നെ കൊണ്ടുപോവണം. എന്തുകൊണ്ട്? ഞാൻ ചെയ്യുന്ന സ്വകാര്യമായ അമലുകൾ മുഴുവനും ലോകത്തൊരു മനുഷ്യനെ പോലും അറിഞ്ഞിട്ടില്ലല്ലോ. ഈ സമയം ഹസനുൽ ബസ്രി ഇത് അറിയാൻ പോവുകയാണല്ലോ. ഞാൻ ദുആ ചെയ്തതിൻ്റെ പ്രതിഫലം എനിക്ക് ലഭ്യമായി, ആ ദുആ അതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചു, ആസ്വദിച്ചു, നാട്ടുകാർക്ക് അതിൻ്റെ ഉത്തരം ലഭ്യമായി. പക്ഷേ എൻ്റെ സ്വകാര്യ ജീവിതത്തിലുള്ള പല നന്മകളും ഇനി ഹസനുൽ ബസ്രി എന്നെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ
ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ മനസ്സിലാക്കുമല്ലോ, എൻ്റെ ഒരു നന്മയും ലോകത്തൊരു മനുഷ്യനും അറിയണ്ട. ഫഖ്ബിദ്നി ഇലൈക യാ അല്ലാഹ്, അല്ലാഹുവേ ഈ സമയം എന്നെ തന്നെ മരിപ്പിക്കണമേ. ഹസനുൽ ബസ്രിയുടെ കീഴിൽ അടിമയായി ജീവിക്കാതെ ഒരുപാട് നന്മകൾ ചെയ്യുന്നത് ആരും അറിയാത്ത രീതിയിൽ എന്നെ ഈ സമയം തന്നെ നീ കൊണ്ടുപോവണേ എന്ന് പറയുന്നു. അതാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മനുഷ്യൻ ആ സമയം തന്നെ മരണം വരിക്കുകയാണ്. ഈ മനുഷ്യൻ മരണം വരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഒരു സംഭവത്തിന് ഹേതുവായത് എന്തുകൊണ്ട് മാത്രമാ? ഉള്ളിൽ നടക്കുന്ന നന്മകൾ, ചെയ്യുന്ന സുഹൃതങ്ങൾ മുഴുവനും സ്വകാര്യമായി വെച്ചു എന്നുള്ളതാണ്. ഞാൻ ഒന്നുമല്ല, ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അടിമ മാത്രം. എല്ലാവർക്കും നന്മ ചെയ്യുക, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആകെ പറഞ്ഞതിൻ്റെ ആകെ പൊരുൾ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ കൊടുക്കുക. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഹൃദയങ്ങളിൽ അള്ളാഹു കയറിക്കൂടണം. അള്ളാഹുവിനെ നമുക്ക് കിട്ടണം. അള്ളാഹുവിനെ ലഭ്യമായിക്കൊണ്ട് നമ്മൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സന്തോഷമുള്ള മരണമായിരിക്കും അത്. നാട്ടുകാർക്ക് കൂടി വലിയ സന്തോഷമുള്ള മരണമായിരിക്കും, കുടുംബങ്ങൾക്ക് സന്തോഷമുള്ള മരണമായിരിക്കും. അങ്ങനെ ഒരു ബർക്കത്തുള്ള മരണം കിട്ടിക്കഴിഞ്ഞാൽ ഖബറിലേക്ക് വെക്കുമ്പോൾ പോലും വലിയ സന്തോഷമല്ലേ? ആ ഒരു ഇടുക്കമുള്ള ഖബറിലേക്ക് വെച്ച് കഴിയുമ്പോൾ അവിടെ നമുക്ക് അള്ളാഹുവിൻ്റെ രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അമലുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പരലോക ഗുണത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളിലും നമ്മൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടെ ചെയ്യുക. എന്ത് നന്മയാണെങ്കിലും നമ്മൾ രാവിലെ നമ്മൾ ജോലിക്ക് പോകൂലേ, നമ്മൾ നമ്മുടെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി നമ്മൾ ജോലിക്ക് പോകും. പ്രവാസ ലോകത്തേക്ക് ഒരുപാട് അടങ്ങാറും പ്രയാസങ്ങളൊക്കെ സഹിച്ചവർ പോകുന്നു. എന്തിനാ പോകുന്നത്? കടം വീട്ടാന്, കുടുംബത്തിനെ പോറ്റാന്. പക്ഷേ ഇവർ മറ്റു തരത്തിൽ എന്തെങ്കിലും ലക്ഷ്യം വെച്ച് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രതിഫലം പോവുകയാണ്. നമ്മൾ പാടത്തൊക്കെ കളക്കാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും കളക്കുക, കൊത്തുക, എല്ലാ പണികളും ചെയ്യണം. ചെയ്യുമ്പോൾ ഒരൊറ്റ നീയത്തെ ഉണ്ടാവാൻ പാടുള്ളൂ. കുടുംബത്തിനെ പോറ്റുക എന്നുള്ളത് അള്ളാഹു എനിക്ക് തന്ന ബാധ്യതയാണ്. നിക്കാഹ് ചെയ്ത് രണ്ടാളുകൾ ഏൽപ്പിക്കുമ്പോൾ, ആ ഭാര്യയെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ പറയുന്നുണ്ട് ഫഖദ് അഹ്റസ സുലുസൈ ദീനി, അവൻ്റെ ദീനിൻ്റെ 2/3 ഭാഗവും ഞാൻ സുരക്ഷിതമാക്കി. ഇനി ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി. ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ് ഈ പറയപ്പെട്ട പെണ്ണിന് കൊടുക്കേണ്ട ചെലവ്, നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ചെലവ്, മറ്റു ബാധ്യതകളെല്ലാം. ഈ ബാധ്യതകളൊക്കെ നമ്മൾ നിറവേറ്റുമ്പോൾ നമ്മൾ ഏതായാലും പണിക്ക് പോകും. പണിക്ക് രാവിലെ തന്നെ ഇറങ്ങുമ്പോൾ എന്തു പണിയാണെങ്കിലും എൻ്റെ കുടുംബത്തിനെ പോറ്റാൻ അള്ളാഹു എന്നോട് പറഞ്ഞേക്കണേ, ഞാൻ ആ പണിക്കും വേണ്ടിയിട്ടാണ് പോണത് എന്നുള്ളൊരു താല്പര്യത്തിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ നവൈത്തു സോമകത്തിനറെ നീയത്ത് വെക്കണവർ നീയത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ മനസ്സിലിങ്ങനെ വിചാരിച്ചാൽ മതി, എൻ്റെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ളൊരു നല്ല ചിന്തയോടെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ബറക്കത്തുണ്ടാകും. ആ പണിയിൽ അപകടങ്ങൾ ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. എന്നിട്ട് അതിനനുസരിച്ച് നമ്മളെ കുടുംബത്തിനെ നല്ല റാഹത്തായി പോറ്റി ആർഭാടങ്ങളില്ലാതെ സന്തോഷത്തോടുകൂടെ മിതമായ രീതിയിൽ എല്ലാ സന്തോഷങ്ങളും കൊടുത്തുകൊണ്ട് നമ്മൾ പോറ്റി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് ലഭ്യമാകുന്ന പടച്ചോൻ്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. ഖാലിഖായ അള്ളാഹു സ്നേഹനിധിയാണ്, നമ്മളെ പ്രയാസപ്പെടുത്തൂല, ഒരു നിലക്കും പ്രയാസപ്പെടുത്തൂല. എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാലും അള്ളാഹു അതിന് വലിയ, നമ്മളൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലോ കണ്ണ് കാണാത്തവരെ കുറിച്ച് അല്ലെങ്കിൽ വികലാംഗരായ ആളുകളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പൂർണ്ണമായ എല്ലാ അവയവങ്ങളും നമുക്ക് തന്ന അള്ളാഹു നമ്മളെക്കാൾ വലിയ കഴിവ് അവർ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തെല്ലാം വലിയ സംഭവങ്ങളാണ്. അപ്പം നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹു തരുന്നുണ്ട്, എല്ലാതും അള്ളാഹു തരുന്നുണ്ട്. അള്ളാഹു സ്നേഹനിധിയാണ്. അള്ളാഹു നമ്മെ ഇടങ്ങാറാക്കുന്നവനല്ല. എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും വേണ്ട വൃത്തികൾ മുഴുവനും ചെയ്തു കഴിഞ്ഞാലും ഫസ്റ്റൊക്കെ അള്ളാഹു നമ്മെ ഒന്ന് പേടിപ്പിക്കും. ഓനെ ഞാൻ പരലോകത്ത് വെച്ച് പിടിക്കും, ഓനക്ക് വലിയ ഭീഷണിയുണ്ട്, ഓനക്ക് ഞാൻ നരകം തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം പറയും ചെയ്യും ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, അല്ലെങ്കിൽ ഇല്ലല്ലദീന താബു ഇലൈഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ ഓനെ ഞാൻ വെറുതെ വിടാം, എന്നിലേക്ക് നന്മ ചെയ്തു മടങ്ങിയാൽ ഓനെ ഞാൻ നല്ല രീതിയിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രമേൽ സ്നേഹനിധിയാണ് പടച്ചോ. നമ്മളെ തെറ്റ് ചെയ്യരുതേന്ന് പറഞ്ഞിട്ടും നരകം അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇതൊക്കെ നമ്മൾ പിന്നെയും വേണ്ട വൃത്തി ചെയ്യുമ്പോൾ പിന്നെയും ആ റബ്ബ് നമ്മോട് ചെയ്യുന്ന സ്നേഹം എന്താ? നമുക്കാണ് സ്വർഗം. ഇനി അഥവാ അത്ര വല്ല പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രയാസമൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ സ്നേഹനിധിയായ റബ്ബ് നമ്മളെന്നും പ്രയാസപ്പെടുത്താത്ത, നമ്മളെന്നും ഇടങ്ങാറാക്കാത്ത, യാതൊരു നിലക്കും നമുക്കൊരു ബുദ്ധിമുട്ടും തരാത്ത റബ്ബ്, ആ റബ്ബിനെ നമ്മുടെ മനസ്സിൽ കുടിയിരുത്തണം. അങ്ങനെ കുടിയിരുത്തുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ഈമാൻ ലഭ്യമാകും. പറയുന്ന ഞാൻ വലിയ ഈമാനുള്ള ആളായിട്ടൊന്നല്ല, എനിക്കും ഇത് ലഭ്യമാവണം എന്ന താല്പര്യത്തിലാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. നിങ്ങളോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് മനസ്സിൽ കയറും. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ തരത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനും അവിടുത്തെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ആസ്വദിച്ച് ആനന്ദിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.